So, welcome everybody to another session of our Revelation Bible study. നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വെളിപാടിലെ ദൈവവചനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വെളിപാട് നമുക്ക് മനസ്സിലായി, ഇത് യേശു ക്രിസ്തുവിൻ്റെ വെളിപാടാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഈ പ്രദർശിപ്പിച്ചു എന്ന് പറയുമ്പോൾ യോഹന്നാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ കണ്ട ഒരു വിഷനല്ല. യോഹന്നാനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അത് പ്രദർശിപ്പിച്ച് അത് കാണിക്കുകയായിരുന്നു. അതെങ്ങനെ കാണിച്ചു? തൻ്റെ ദൂതൻ മുഖാന്തരം കാണിച്ചു. അത് മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. അപ്പോൾ താൻ കണ്ടതൊക്കെയും, അവിടെ സംഭവിച്ചതെല്ലാം യേശുക്രിസ്തു തൻ്റെ ദൂതൻ മുഖാന്തരം പ്രദർശിപ്പിച്ച് കൊടുക്കുകയും യോഹന്നാൻ അത് എഴുതുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സംഭവിപ്പാൻ സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ സമയം അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വചനവുമായിട്ട് ഇന്ന് ഇരിക്കുന്നത്. അതിനുശേഷം യേശുക്രിസ്തു 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ കണ്ടത് എഴുതാൻ പറയുന്നുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സഭയിലേക്കുള്ള 7 ദൂത് അത് എഴുതാൻ പറയുന്നുണ്ട്. അതിനുശേഷം സംഭവിക്കാനുള്ളതും എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആ 7 സഭകളോടുള്ള ദൂത്, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ എഫെസസ് എന്ന സഭ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ സ്മിർന എന്ന സഭയിലേക്ക് പഠിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പെർഗമോസ് അതും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടുത്ത സഭ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സഭയാണ് തയാത്ര. ഈ സഭയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കുറേ കാര്യങ്ങളുണ്ട്. കാരണം വളരെ കടുത്ത ഭാഷയിലേക്ക് കയറുന്ന ഒരു ചർച്ചും കൂടിയാണ് ഈ തയാത്ര എന്ന സ്ഥലം. ഇത് പുതിയ നിയമകാലത്ത് ഈ പെർഗമോസ്, സാർഡസ്, സ്മിർന എന്നിവിടങ്ങളിലേക്ക് നയിക്കുന്ന 3 പ്രധാന റോഡുകളുടെ ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലമായിരുന്നു തയാത്ര. ഇന്ന് അതിനെ അഖിസാർ എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 30,000 വരുന്ന ഒരു പോപ്പുലേഷനാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. മുമ്പ് അതിനേക്കാളും ജനം ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് അത് ഒരു 30,000-ൽ ചുരുങ്ങിയിരിക്കുകയാണ്. അവിടെ അവർ വളരെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. സൂര്യദേവൻ എന്നവർ വിളിക്കുന്ന അപ്പോളോ എന്ന ദേവന് അവിടെ ഒരു പ്രത്യേകമായിട്ടൊരു അമ്പലം ഉണ്ടായിരുന്നു. അത് അവർക്ക് വളരെ വളരെ പ്രൗഡായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സൂര്യദേവൻ ഉണ്ടായിരുന്ന അപ്പോളോ എന്ന ദേവനെ അവർ ആരാധിച്ചു വരുന്നു. ഇതൊരു സൈനിക പട്ടണവും ഒരു വാണിജ്യ കേന്ദ്രവും കൂടിയാണ്. രണ്ടും കൂടി ആയിരുന്നു തയാത്ര. ഇപ്പോൾ ഒരു മിലിറ്ററി പ്രസൻസും ഉണ്ടായിരുന്നു. അതുകൂടാതെ വളരെയേറെ കൊമേഴ്ഷ്യലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഈ സ്ഥലത്തിന് ഈ തയാത്ര എന്ന പേര് വരാനൊരു കാരണമുണ്ട്. അതിൻ്റെ ഗ്രീക്ക് തൈഗേറ്റർ എന്നാണ് അർത്ഥം. തൈഗേറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം മകൾ എന്നാണ്. ഒരു പക്ഷേ സെലൂക്കസ് എന്ന ആ റോമൻ എംപറർ അവിടെ വന്ന് ഈ തയാത്ര ഏറ്റെടുക്കുന്ന സമയത്ത് പുള്ളിക്കൊരു വാർത്തയുണ്ടായി. പുള്ളിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു എന്നൊരു വാർത്ത ലഭിക്കുകയും പുള്ളി അതുകൊണ്ടാണ് ആ പേര്, മകൾ എന്ന പേര് വരുന്ന ഒരു നാമം തയാത്രയ്ക്ക് ഇട്ടത് എന്ന് പറയുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സഭയിൽ ഏകദേശം എല്ലാ തീമും സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ പേരും ഒരു സ്ത്രീയുടെ പേരിൽ വന്ന സ്ഥലപ്പേരും അങ്ങനെ വന്നതിൽ അതിശയമൊന്നുമില്ല. കാരണം ഇവിടെ ഒരു സ്ത്രീയാണ് ഈ സഭയിലെ ഏറ്റവും വലിയ ഇഷ്യൂ തന്നെ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ വളരെയേറെ അസോസിയേഷൻ അല്ലെങ്കിൽ ഗിൽഡ് എന്നാണ് പറയുന്നത്. അതായത് ഇന്നത്തെ യൂണിയൻ അല്ലെങ്കിൽ അസോസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ കേന്ദ്ര സ്ഥലമായിരുന്നു ഈ തയാത്ര എന്ന് പറയുന്നത്. അവിടെ അതൊരു മനസ്സിലാക്കേണ്ട ഒരു ഭാഗം എന്തെന്ന് ചോദിച്ചാൽ, അവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ക്രാഫ്റ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ ഈ യൂണിയനുമായിട്ട് ചേർന്ന് നിന്നാലേ മതിയാവും. അതിന് മെമ്പർഷിപ്പ് എടുക്കുക മാൻഡേറ്ററി ആയിരുന്നു. അതിൽ മെമ്പർഷിപ്പ് എടുക്കാത്തവർക്ക് അവിടെ ജോലി ചെയ്യാൻ അവരെ അനുവദിച്ചിരുന്നില്ല. പക്ഷേ അതിലും വിഷയമില്ല. വിഷയം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഈ അസോസിയേഷൻ അല്ലെങ്കിൽ യൂണിയനുകൾ എല്ലാം തന്നെ ദേവീ ദേവന്മാർക്ക് അർപ്പിച്ചിരിക്കുന്നതും അതിനു വേണ്ടിയുള്ള ഫീസ്റ്റും അതിനു വേണ്ടിയുള്ള റിച്വൽസും ചെയ്തുകൊണ്ടിരുന്ന ഒരു മെയിൻ കേന്ദ്രമായിരുന്നു ഈ യൂണിയനും അസോസിയേഷനുകളും എല്ലാം. അതൊന്നും ദൈവത്തിന്റെ ആത്മാവിനടിയിൽ ഉള്ളതല്ലായിരുന്നു. എന്നാൽ ദേവീ ദേവന്മാരെ പ്രസാദിപ്പിക്കാനുള്ള ഫീസ്റ്റുകളും അതിൻ്റെ ഉള്ള റിച്വൽസും ചെയ്തുകൊണ്ട് അത് ചെയ്തിട്ടേ അവരൊരു മീറ്റിംഗ് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഇതിന്റെ ഭാഗമായില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇതിന്റെ ഇതിൽ അവർ നടത്തുന്ന ആ ഫംഗ്ഷനിൽ ഭാഗമാകാൻ താല്പര്യമില്ലെങ്കിൽ അസോസിയേഷനിൽ തുടരാൻ കഴിയില്ല. അസോസിയേഷനിൽ തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ കഴിയില്ല. ജോലി ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കേന്ദ്രമായിരുന്നു ഈ തയാത്ര എന്ന് പറയുന്നത്. ഇത് വളരെ ഫേമസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡൈയിങ് വ്യവസായങ്ങൾ, ഈ എന്താണ് പറയുന്നത്, ഡൈസ് ഉണ്ടല്ലോ, കളർ, അതിന് വളരെ ചായങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നു പറയുന്നത്. അപ്പൊ അന്ന് ഈ നിറങ്ങൾ ഒക്കെ അല്ലെങ്കിൽ ഡൈയിങ് ഇൻഡസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പൊ അവിടെ ഒരു സ്കാർലറ്റ് കളർ എന്നാണ് പറയുന്നത്, ഏകദേശം ചുവന്ന കളർ വരുന്ന ഒരു പ്രത്യേക കളർ, അത് അവിടെ മാത്രം തയാത്രയിൽ ഉണ്ടാകുന്ന, നാച്ചുറലി ഉണ്ടാകുന്ന ഒരു വേരിൽ നിന്നുണ്ടാക്കുന്ന ഒരു കളറായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫേമസ് ആയിരുന്നു, അത് വളരെ വിലയുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് ചുറ്റിപ്പറ്റി വളരെയേറെ വ്യവസായങ്ങൾ തയാത്രയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യൂണിയനുകളും അവിടെ സ്വയമേവ അവിടെ തന്നെ വന്നു. അപ്പൊ ആ യൂണിയനിൽ ഭാഗമായില്ലെങ്കിൽ അവിടെ വ്യവസായം ചെയ്യാൻ പറ്റില്ല, അതുമായിട്ട് ചേർന്ന് ജോലി കണ്ടുപിടിക്കാൻ പറ്റില്ല, അവിടെ ബുദ്ധിമുട്ടാണ്. അവർ അങ്ങനത്തെ ഒരു കേന്ദ്രമാക്കി മാറ്റി, ഒരു വലിയൊരു മാഫിയ പോലെ അവർ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ബൈബിളിൽ പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ഉണ്ട്, ലിഡിയ ആക്ച്വലി ഈ തയാത്രയിൽ നിന്ന് ഈ പർപ്പിളിന്റെ ഡൈ വിൽക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇത് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നുണ്ട്. പക്ഷേ ഫിലിപ്പായിൽ ചെന്നപ്പോൾ പൗലോസ് ആദ്യം മനസാന്തരം അല്ലെങ്കിൽ ആദ്യം സ്നാനപ്പെടുത്തുന്ന കുടുംബവും വ്യക്തിയും ലിഡിയയുടെ കുടുംബമായിരുന്നു. അത് വളരെ വ്യക്തമായ അപ്പോസ്തല പ്രവൃത്തികളിലിരുന്നു. പക്ഷേ തയാത്ര എന്ന സ്ഥലത്ത് ഇതിനെ ഡീൽ ചെയ്യുന്ന ഈ ഡൈയിങ്, ഈ പർപ്പിൾ കളറുള്ള ഇതിനെ ഡീൽ ചെയ്യുന്ന ഒരു ഡീലർ തന്നെയായിരുന്നു ലിഡിയ. അതായത് വളരെ വളരെ കാശ് വരുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയായിരുന്നു അത്. പിന്നെ വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ചെറിയ നഗരത്തിനാണ് ഏറ്റവും വലിയ കത്ത് വന്നിരിക്കുന്നത്. ഈ 7 കത്തിലും ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, ഏറ്റവും വലിയ കത്ത് വന്നിരിക്കുന്നത് തയാത്രയ്ക്കാണ്. അപ്പോൾ ഒരുപക്ഷെ നമുക്കിത് വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. എന്തുകൊണ്ട് ഇത് ഏറ്റവും വലിയ ഒരു അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ദൈർഘ്യമേറിയ കത്തായത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് നമുക്ക് അതിലേക്ക് കയറാം. അപ്പോൾ ഈ തയാത്ര എന്ന സ്ഥലം വ്യവസായപരമായിട്ടും വാണിജ്യപരമായിട്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ വളരെയേറെ ലോട്ട് ഓഫ് മണി ഇൻവോൾവ്. എപ്പോഴും യൂണിയനും കാര്യങ്ങളും വരുമ്പോൾ അറിയാമല്ലോ, അതിലൊരു പവർ പ്ലേ ഉണ്ട്, ഒരു കാശിൻ്റെ ഒരു വലിയ ഭാഗമുണ്ട്. അപ്പം ആ സിറ്റിയിൽ ഒരു വിശ്വാസിയായി തുടരുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. കാരണം ഇതിന് ഭാഗമായില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. അപ്പം അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരു സത്യക്രിസ്ത്യാനിക്ക്, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഒരു പൈതലിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ അവരുടെ എല്ലാ രീതികൾക്കും നിന്നു കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പതുക്കെ ആ കത്തിലേക്ക് വരാം. അപ്പൊ വെളിപാടിന്റെ 2-ാം അധ്യായം അതിന്റെ 18 മുതലുള്ളത്. തയത്തിരിലെ സഭയ്ക്ക് ദൂതന് എഴുതാം, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. അപ്പം ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു, ഓരോ സഭയ്ക്കും യേശുക്രിസ്തു ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ തിരഞ്ഞെടുത്തത് ഇവിടെ മാത്രമാണ് ഈ ദൈവപുത്രൻ എന്ന് ഉപയോഗിക്കുന്ന ടൈറ്റില് ഈ വെളിപാട് പുസ്തകത്തിൽ ഇവിടെ മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ദൈവപുത്രൻ, ദ സൺ ഓഫ് ഗോഡ് എന്നുള്ള ആ പരാമർശം അല്ലെങ്കിൽ ആ ടൈറ്റിൽ ഇവിടെ ഉപയോഗിക്കുന്നത് തയാത്രയിൽ മാത്രമാണ്. ഒരു പക്ഷേ അവരുടെ സൂര്യദേവന് ഒരു മറുപടി കൊടുക്കുന്നത് തന്നെയായിരിക്കും, സൂര്യദേവനല്ല, ഞാൻ സാക്ഷാൽ ദൈവത്തിന്റെ മകനാണ്, ഐ ആം ദ സൺ ഓഫ് ഗോഡ് എന്നാണ് അതിന്റെ മറുപടി പോകുന്നത്. പക്ഷേ വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും. അതായത് തന്റെ കണ്ണിനെ കുറിച്ചും കാലിനെ കുറിച്ചും, വേറൊരു ഭാഗത്തെ കുറിച്ച് പറയുന്നില്ല, കണ്ണിനെ കുറിച്ചും കാലിനെ കുറിച്ചും പറയുന്നുണ്ട്. കണ്ണ് എന്ന് പറയുന്നത് അഗ്നിജ്വാലയ്ക്ക് സമം എന്നാ പറയുന്നത്. അതായത് ഈ ദൈവം ആ സഭയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്റെ അഗ്നിജ്വാലയായ കണ്ണുകൊണ്ട് കാണുന്നു എന്നാണ് അവരെ ധരിപ്പിക്കുന്നത്. കാൽ എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ആണ്. കാരണം ഞാൻ മറ്റേ ക്ലാസ്സുകളിൽ ഞാൻ
പറഞ്ഞിട്ടുണ്ട്. ബ്രോൺസ് മീൻസ് ജഡ്ജ്മെന്റ്. അപ്പൊ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് വളരെ സിവിയറായി കഠിനമായ ഒരു മുന്നറിയിപ്പും ഒരു ന്യായവിധിയുമാണ് ദൈവം പറയാൻ പോകുന്നതിന്. അതിന് മുന്നോടിയായിട്ടാണ് ആ ടൈറ്റിൽ. ഞാൻ എപ്പോഴും മറ്റേതിലും പറഞ്ഞതുപോലെ ആ ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും അടുത്ത വരാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ ദൈവം സംബോധിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ദൈവം സംസാരിക്കാൻ പോകുന്ന വിഷയം ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാം. അപ്പോൾ തയാത്രയിലെ സഭ ഇത് വായിച്ചപ്പോൾ തന്നെ ഒരുപക്ഷെ വളരെ ഭയത്തിലേക്ക് വന്നു കാണും. അഗ്നിജ്വാലയ്ക്ക് ഒത്ത് കണ്ണുള്ളവൻ, വെള്ളോട്ടിന് സമമായ കാലുള്ള ദൈവപുത്രനാണ് സംസാരിക്കുന്നത്. അതായത് വളരെ വളരെ ശക്തമായ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. വളരെ കഠിനമായ ഒരു മുന്നറിയിപ്പും ന്യായം വിധിയും വരുന്നുണ്ട് എന്ന് ഉറപ്പ്. അത് കഴിഞ്ഞിട്ട് 19, ഞാൻ നിന്റെ പ്രവൃത്തിയും, ബാക്കി എല്ലാ സഭകളോടും പറയുന്നത് പോലെ തന്നെ ഇവിടെയും പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേലും ഏറെ എന്നറിയുന്നു. അപ്പോൾ ഇതും വീണ്ടും വളരെ സർപ്രൈസിങ് ആണ്. കാരണം തുടക്കം വളരെ നല്ലതായിട്ട് തന്നെയാണ് പറയുന്നത്. അത് വളരെ കുറച്ച് ഒരു 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്റെ പ്രവൃത്തി അത് വളരെ നല്ലതാണ്. പ്രവൃത്തിയിൽ എന്തൊക്കെയുണ്ട്? നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേലും ഏറെ എന്ന് അറിയുന്നു. അതായത് പ്രവൃത്തി ആക്ച്വലി കൂടി വരികയാണ്, കുറഞ്ഞു വരികയല്ല. ദൈവത്തിന് ആ പ്രവൃത്തി വളരെ ജെന്യുവനായിട്ടും യഥാർത്ഥമായ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുകയും അതിനനുമോദിക്കുകയും ചെയ്യുകയാണ്. ഈസ് അപ്രീഷിയേറ്റിംഗ് ഇറ്റ്. അപ്പൊ നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗം വായിച്ചു കഴിയുമ്പോൾ പക്ഷേ യാത്രയിലുള്ള വിശ്വാസികൾക്ക് വളരെ ഒരു ആശ്വാസം ഉണ്ടായി കാണും. നമ്മുടെ പ്രവൃത്തികൾ എല്ലാം ദൈവം കണ്ടല്ലോ എന്ന് പറയുമ്പോൾ. അപ്പം ദൈവം അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് തയാത്രയിലെ വിശ്വാസികൾ ആക്ടിവിറ്റീസിൽ ഒട്ടും കുറവുള്ളവരല്ലായിരുന്നു. അവർ വളരെയേറെ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു സഭ തന്നെയായിരുന്നു. അവർക്ക് ശുശ്രൂഷയുണ്ട്, അവർക്ക് സ്നേഹമുണ്ട്, അവർക്ക് പലതരത്തിലുള്ള ശുശ്രൂഷകളുണ്ട്, അനേകരെ സഹായിച്ചു കാണും. ഒരു പക്ഷേ എല്ലാ രീതിയിലും ആക്ടിവിറ്റീസിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സഭയാണ് തയാത്ര. അപ്പൊ നമുക്കൊരു പക്ഷേ അത് കൊള്ളാലോ, അത് നല്ലൊരു കാര്യമാണല്ലോ, അത് നല്ലതായിട്ട് തന്നെയാണ്, അതും കൂടി തന്നെ വരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് യഥാർത്ഥ പ്രവൃത്തികൾ തന്നെയാണ്, അവർ കപട പ്രവൃത്തികളല്ല. അവർ വളരെ വളരെ പ്രവൃത്തികളിൽ മുന്നോട്ട് തന്നെ നിൽക്കുന്നു എന്ന് ദൈവവും സമ്മതിക്കുന്നു. 20, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞു ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന യെസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആശ്വാസത്തിന് എല്ലാം ഓക്കെ ആണല്ലോ എന്ന് ചിന്തിച്ച് തീരുന്നിടത്ത് ദൈവം വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യം പറയാണ്. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നിന്റെ ഇടയിൽ ജെസബൽ എന്നൊരു സ്ത്രീയുണ്ട്. ഇവിടെ ഈ ജെസബൽ എന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ പേരല്ല ജെസബൽ, ആ സ്പിരിറ്റിന്റെ പേരാണ് ജെസബൽ. നമുക്ക് പഴയ നിയമത്തിൽ അറിയാം യഥാർത്ഥത്തിൽ ജെസബൽ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇവിടെ ആ സ്പിരിറ്റിനെയാണ് പറയുന്നത്. കാരണം ആ വിശ്വാസികൾ ആരും തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെ ജെസബൽ എന്ന് പേരിടില്ല. പഴയ നിയമം വായിച്ചിട്ടുള്ളവർ ഈ കഥ അറിയാവുന്ന ഒരു വ്യക്തിയും എത്ര ദേശമാണെങ്കിൽ പോലും തൻ്റെ മകളെ ജെസബൽ എന്നൊരു പേര് ഒരിക്കലും ഇടുകയില്ല. അപ്പൊ ഇതൊരു വ്യക്തിയുടെ പേരല്ല, അവിടെ ഉണ്ടായിരുന്ന ആ സ്പിരിറ്റിനെയാണ് ജെസബൽ എന്ന് വിളിക്കുന്നത്. അതിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവളെ തന്നെയാണ് ഒരു പ്രോഫറ്റായിട്ട് വിളിക്കുന്നത്. അവൾ വേറെ ആരും അങ്ങനെയല്ല, സ്വയം ഒരു ഉപദേശകിയായിട്ട് അങ്ങ് ഏറ്റെടുക്കുകയാണ്, ആ റോൾ ഏറ്റെടുക്കുകയാണ്. പക്ഷെ സ്വയം പ്രവാചികയാണ്, വേറെ ആരും ആ റോള് കൊടുത്തതല്ല, അപ്പോസ്തലന്മാർ ആ റോള് കൊടുത്തതല്ല, ആരും കൈവപ്പോടെ ചെയ്തതല്ല. അവൾ സ്വയം വിശേഷണം ചെയ്തിരിക്കുന്ന അവൾ പ്രവാചികയാണ്. എന്നിട്ട് അവൾ പറഞ്ഞു കൊടുക്കുന്നത് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ആ സ്ത്രീയെ. അപ്പൊ സഭയോട് പറയുന്നത് എന്തോ, ജെസബൽ അല്ല ഇഷ്യൂ, നീ എന്തിന് ജെസബലിനെ അനുവദിച്ചു അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്തു, നീ എന്തിന് നിന്നുകൊടുത്തു. അവൾക്കുള്ള അന്ത്യം എന്താണെന്ന് ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവളെ എവിടെ എന്തൊക്കെ ചെയ്യുന്നു, എവിടെ അവസാനിക്കും എന്ന് ദൈവത്തിന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവളുടെ ഇഷ്യൂ അല്ല പറയുന്നത്, അവളുടെ ഉപദേശം എന്തുകൊണ്ട് നീ സ്വീകരിച്ചു, എന്തുകൊണ്ട് നീ സഭ എന്ന രീതിയിൽ നീ അനുവദിച്ചു കൊടുത്തു.
അപ്പൊ ഈ ജെസബലിന്റെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ ജെസബലിന്റെ ടീച്ചിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ജെസബലിന്റെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇവര് പഠിപ്പിച്ചിരുന്നത്, ആ സഭയോട് പറഞ്ഞിരുന്നത്, കാരണം അവർക്ക് ജീവിച്ചു പോകണമെങ്കിൽ ആ യൂണിയനിലെ ഭാഗമാകണം. അപ്പം നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്, നമുക്ക് ജീവിക്കണമെങ്കിൽ, ഈ നഗരത്തിൽ ജീവിക്കണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്തേ മതിയാവും. അതുകൊണ്ട് നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ ദൈവമക്കളാണെങ്കിലും നമുക്ക് അവിടെ പോയി വിഗ്രഹത്തിന് അർപ്പിതമായ ആഹാരമാണ് ഈ യൂണിയനിൽ കൊടുക്കുന്നത്. അവർ ചെയ്യുന്ന ഓരോ റിച്വലും നിങ്ങൾക്ക് പങ്കെടുക്കാം, അതിൽ യാതൊരു കുഴപ്പവുമില്ല. അത് ദൈവം നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല, കാരണം അത് ജീവിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. നിങ്ങൾ അതിന്റെ പുറകെ ഒന്നും പോകുന്നില്ല. നിങ്ങൾ ആ മീറ്റിങ്ങിന് പോകുന്നു, നിങ്ങൾ വെറുതെ അവിടെ ഇരിക്കുന്നു, അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു, നിങ്ങൾ ഒന്നും മിണ്ടണ്ട, നിങ്ങൾ കഴിക്കുന്നു, ചിരിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് അവൾ പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ വിചാരിക്കും വലിയ കാര്യം, ഇതാണ് അവൾ പഠിപ്പിച്ചത്. അതായത് നമ്മൾ പഠിക്കുന്ന ഓരോ ഡോക്ടറിനും നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം പഠിക്കാൻ. നമ്മുടെ ഉപദേശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മുടെ ഉപദേശങ്ങളെ കുറിച്ച് നമുക്ക് ഗ്രാഹ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജെസബൽ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ തന്നെ ആവണം എന്നില്ല ഒരു സഭയിൽ. ആ സ്പിരിറ്റ് ഉള്ള ഒരു വ്യക്തിയാകാം, ഒരു ആണാകാം, ഒരു പെണ്ണാകാം. പക്ഷെ അവരുടെ ജോലി ഒന്ന് തന്നെയാണ്. ഈ ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പണം, അതായത് കോംപ്രമൈസ് ചെയ്യാൻ അവർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ലോകത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പൊടികൈകളൊക്കെ നമുക്ക് ചെയ്തേ മതിയാവും. എല്ലാവരെയും നമ്മൾ സന്തോഷിപ്പിച്ചേ മതിയാവും. നമ്മുടെ ഉപദേശങ്ങളും എല്ലാവരുടെ പേരും അടിച്ചേൽപ്പിക്കണ്ട. നമ്മൾ അത് ഒരു സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാമായിട്ട് ചേർന്ന് നമുക്ക് ഗുണമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഉപദേശം ഒന്ന് ഉറക്കിയൊന്ന് വിളിച്ച് പറയണ്ട. സഭ അതങ്ങ് ഒരു മയത്തിൽ കൊണ്ട് നടന്നാൽ മതി എന്നാണ് ജെസബൽ പഠിപ്പിച്ചത്. ഇത് പഠിപ്പിക്കുന്ന ഒരാണോ, ഇത് പഠിപ്പിക്കുന്ന സ്ത്രീയോ ജെസബൽ എന്ന സ്പിരിറ്റിന്റെ അടിയിലാണ്. ഇതാണ് സഭ തിരിച്ചറിയാതെ പോയത്. കാരണം സഭയ്ക്കും പ്രശ്നമാണ്. കാരണം ഇത് സമ്മതിക്കാത്ത ഒരു വ്യക്തി ഒരുപക്ഷെ പട്ടിണിയിലോട്ടാണ് സഭ പോകുന്നത്, അല്ലെങ്കിൽ ആ കുടുംബം പോകുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത വർഷം വരുമ്പോൾ സീസറിന് മുമ്പിൽ മുട്ടുമടക്കാത്തത് കൊണ്ടും സീസറിന് മുമ്പ് ആ യാഗപീഠത്തിന്മേൽ സീസറാണ് ഏറ്റവും വലിയ ദൈവം എന്ന് പറയാത്തതിന് തല വരെ വെട്ടിപ്പോവും. അപ്പൊ ജെസബലിന്റെ ടീച്ചിങ് നമുക്ക് വളരെ സൂഹിക്കും. ഇങ്ങനത്തെ പല ടീച്ചിങ്ങുകൾ ഇന്നും പല മിനിസ്ട്രിയിലും പല സഭകളും പഠിപ്പിക്കണം. നമുക്ക് ഇഷ്ടമുള്ളത് പറയാം. ഈ ലോകത്തെ പ്രാക്ടിക്കലായിട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യണം, അതിന് കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്നത് തന്നെയാണ് ജെസബലിന്റെ ടീച്ചിങ്. ഇപ്പൊ മനസ്സിലായോ എവിടെയാ ദൈവം അവരെ പിടിച്ചിരിക്കുന്നത്? എന്നാൽ വളരെയേറെ പ്രവൃത്തി ഉണ്ടായിരുന്ന ഒരു സഭയാണെന്ന് ഓർത്തുകൊള്ളണം. പക്ഷെ നമുക്ക് നോക്കാം. അപ്പം ഇവിടെ പറയാണ്, അപ്പൊ നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറയാനുള്ളത് എന്താണ്? നീ ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഈ ജെസബൽ എന്ന സ്പിരിറ്റിനെ നീ ടോളറേറ്റ് ചെയ്തു, നീ അതിനെ എതിർത്തില്ല, നീ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, നീ നിന്നു കൊടുത്തു എന്ന് മാത്രമല്ല, നീ അവർ പറഞ്ഞില്ല അനുസരിച്ചു. അപ്പം നമുക്ക് അത് താഴോട്ടൂടെ വായിക്കാം. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഈ സ്പിരിറ്റുള്ള ഒരു വ്യക്തി ഒരിക്കലും അവർ തെറ്റിപ്പോയി എന്ന് പറയാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവർക്കത് അംഗീകരിക്കാനോ വിട്ടുകൊടുക്കാനോ വളരെ ബുദ്ധിമുട്ട്. അവർക്ക് ജീവൻ പോയാലും അവർക്കത് പ്രശ്നമല്ല. അവർ തെറ്റിപ്പോയി, അല്ലെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ ആത്മാവിനോട് കീഴ്പ്പെടുക, ദൈവത്തിന്റെ ആത്മാവുള്ളവരോട് കീഴ്പ്പെടുക ഇവർക്ക് സാധ്യമല്ല. ഈ സ്പിരിറ്റിന് സാധ്യമല്ല. അവർ വേറെ എന്തും ചെയ്യും, കീഴ്പ്പെടുക ഒഴിച്ച് വേറെ എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ജെസബൽ എന്ന സ്ത്രീക്കും ആ വ്യക്തിക്ക് പോലും ദൈവം മാനസാന്തരപ്പെടുവാൻ സമയം കൊടുക്കുന്നുണ്ട്. പക്ഷേ മാനസാന്തരപ്പെടുകയില്ല. മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അപ്പൊ ദൈവത്തിന്, അതായത് നമ്മുടെ കണ്ണില് അത് ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് സാഹചര്യം, ഇങ്ങനെയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തേ മതിയാവൂ എന്ന് നമ്മൾക്കും നമ്മളെ ചുറ്റുമുള്ളവരും ചിലപ്പോൾ സഭയിലുള്ളവരും പറയും. ശരിയാണ്, അങ്ങനെയൊക്കെ ചെയ്താൽ
കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ദൈവം കാണുന്നത് അത് ജെസബൽ എന്ന ആ പ്രവാചകി പഠിപ്പിക്കുന്നതുമായിട്ട് വ്യവചരിക്കുന്നതായിട്ടാണ്. അല്ലാതെ ഫിസിക്കൽ ആക്ട് അല്ല, ഇത് സ്പിരിച്വൽ ആക്ട് ആണ്. അപ്പൊ തെറ്റായ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുകയും തെറ്റായ ഉപദേശത്തിനോട് നിങ്ങൾ എതിർക്കാതെയും അത് സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം കാണുന്നത് ജെസബലിന്റെ സ്വഭാവത്തിനും ജെസബൽ എന്ന സ്പിരിറ്റിന്റെ കൂടെ വ്യവചരിക്കുന്നതാണ്. അവൾക്ക് കൊടുക്കാൻ പോകുന്ന ദണ്ഡന അത് നമുക്കും വരും. അതിൽ അവളുടെ കൂടെ കിടക്കുന്ന ഓരോരുത്തർക്കും ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ച് ജെസബലിനെ മാത്രം തല്ല് വെളുത്തുള്ളൂ. ദൈവം പറഞ്ഞ ജെസബലിനെ ഞാൻ ശരിക്കും കൊടുക്കുന്നുണ്ട്, കാരണം അവൾ മാനസാന്തരപ്പെടുകയില്ല. അതിന്റെ ആ വ്യഭിചാരം ചെയ്തുള്ളവർക്കും വീണ്ടും ഒരു സമയം കൊടുക്കുന്നു അതിൽ നിന്ന് ഇറങ്ങി വരാൻ. പക്ഷെ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് സ്വത്തുകൾ വേണം, നമുക്ക് വളരെയേറെ ആഗ്രഹങ്ങളുണ്ട്, അതൊന്നും വിട്ടുകളയാൻ നമുക്ക് തയ്യാറല്ല. ഈ ലോകത്തിന്റെ രീതിയിൽ അവിടെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നേടാനുള്ളത് കൊണ്ട് നമുക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാതിരിക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ മാനസാന്തരത്തിലേക്ക് സമ്മതിക്കില്ല. നമ്മൾ വീണ്ടും പറയും നമ്മൾ വലിയ പ്രവാചകയാണ്, നമ്മൾ വലിയ വലിയ പ്രവർത്തികൾ, കാരണം സഭ വലിയ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പ്രവർത്തികളിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ 1000 കൺവെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം, 1000 പേർക്ക് ആഹാരം കൊടുക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ പല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ദൈവം പഠിപ്പിച്ച ഉപദേശങ്ങൾക്ക് എതിരെ പഠിപ്പിച്ചാൽ ഇതേ ആത്മാവിന് ജെസബലിനെ കൊടുത്ത അതേ തല്ല് ആ വ്യക്തികളിലേക്ക് കടന്നു വരും. അത് അവിടെ മാത്രം നിൽക്കുകയുമില്ല, അത് അവരുടെ മക്കളിലേക്കും പോകും. വളരെ വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ഈ ജെസബൽ എന്ന സ്ത്രീയെ നമുക്ക് കുറച്ചൊന്ന് മനസ്സിലാക്കണ്ടേ, ആരാ ഇവളെന്നുള്ളത്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ജെസബലിനെ കുറിച്ച് പഠിക്കാം. കുറച്ച് അധികമില്ല, കാരണം നിങ്ങൾക്ക് ഏകദേശം കുറെ അറിയാം. എന്നാലും ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ജെസബൽ ആരുടെ മകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്നാലും നമുക്ക് അതിന്റെ എവിടെ നിന്നാണ് അതിന്റെ റൂട്ട് വരുന്നത്. അപ്പൊ സീദോനിലെ രാജാവായിരുന്നു ഈ ജെസബലിന്റെ പിതാവ്. പക്ഷെ പുള്ളി വെറും രാജാവ് മാത്രമല്ല, അസ്താട്ടിലെ പുരോഹിതനായിരുന്നു. പുള്ളി എങ്ങനെയാണ് രാജാവായത്? അതിനു മുമ്പ് ഉണ്ടായിരുന്ന ആളെ കൊലപ്പെടുത്തിയിട്ടാണ് രാജാവായത്. അപ്പൊ ഈ കൊല എന്ന് പറയുന്നത് അവളുടെ രക്തത്തിലുള്ളതാണ്. അവളുടെ പിതാവ് അവളെ പഠിപ്പിച്ചു കൊടുത്ത അതേ വഴികൾ വളരെ നന്നായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ജെസബൽ. അപ്പൊ ജെസബലിന് ഒരു റൂട്ടുണ്ട്. അത് എവിടെ നിന്ന് വരുന്നു? അതായത് ജെസബൽ ഇസ്രയേലിന്റെ മകളല്ല. ഈ ജെസബൽ എന്ന് പറയുന്നത് വേറൊരു രാജ്യത്ത് നിന്ന് ബാലിനെ ആരാധിച്ചുകൊണ്ടിരുന്ന തന്റെ പിതാവിന്റെ മകളാണ്. അത് ഈ 2 രാജ്യങ്ങൾ, അതായത് ഫിനീഷ്യ രാജ്യവും ഇസ്രയേൽ രാജ്യവും തമ്മിലുള്ള ഒരു ട്രേഡ് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആഹാബ് ഈ സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്. ആഹാബ് സ്വന്തം നാട്ടിൽ നിന്നും സ്വന്തം ജനത്തിൽ നിന്ന് മാത്രം കല്യാണം കഴിക്കേണ്ട ആഹാബ് പോയി കണ്ടുപിടിച്ച പെണ്ണ് ഉഗ്രൻ തന്നെ. മിടുക്കിയായിരുന്നു ഈ ജെസബൽ എന്ന് പറയുന്ന സാധനം. കാരണം എന്തുകൊണ്ട് മിടുക്കിന്നുള്ളത് നമുക്ക് പറഞ്ഞു വരും. അസാമാന്യ സാമർഥ്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഈ ജെസബൽ. നിങ്ങൾ ഇതിനെ കൊച്ചായിട്ട് കാണണ്ട. ബൈബിളില് ഇവളെക്കാട്ടി മോശമായിട്ടും ഇവളെക്കാട്ടി പവർഫുൾ ആയിട്ട് വേറൊരു സ്ത്രീയെ ബൈബിൾ പറയുന്നില്ല. ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വിക്കഡ് വുമൻ മെൻഷൻഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് ചില്ലറകാരിയല്ല ഈ ജെസബൽ സാധനം. പക്ഷെ ഇവളെ ഒരു പക്ഷെ ഭയന്ന് ഇവളുടെ ടേബിളില് ഏകദേശം 800 പുരോഹിതന്മാർ ഇത് കഴിക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് രാജാവിന്റെ ടേബിൾ ആണെന്നാണ് ഉള്ളത്, രാജാവിന്റെ മേശയാണ് ഉള്ളത്. പക്ഷെ ഇവൾക്ക് വേറെ സെപ്പറേറ്റ് ഒരു മേശ ഉണ്ടായിരുന്നു. ആഹാബ് അവിടെ വേറെ എന്തൊക്കെയോ പരിപാടിയിൽ നിൽക്കുമ്പോൾ ഇവൾക്ക് വേറെ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ 1 2 ഒന്നുമല്ല, 850 പുരോഹിതൻ, ബാലിന്റെയും അസ്ത്രയുടെയും 800 പുരോഹിതന്മാരെ അവള് തീറ്റിപ്പോറ്റി കൊണ്ടുവന്നു. അതിൽ ഏകദേശം 400-450 ആണ് എലൈജ വെട്ടിക്കൊല്ലുന്നത്. അതിനുശേഷമാണ് എലൈജ ഇവളെ ഭയന്ന് ഓടുന്നത്. കാരണം ഇവള് ചില്ലറക്കാരിയല്ല. ഇവളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവാചകന്മാരെ കണ്ടുപിടിച്ച് കൊല്ലുക തന്നെയുള്ളതാണ്. അവൾക്ക് രക്തം കാണുന്നത് വളരെ ഇൻട്രസ്റ്റ് ആണ്. അതും ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ രക്തം അവൾക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. ഇവളായിരുന്നു ആ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇതിനൊരു റെഫറൻസ് ഉണ്ട്. ബാബിലോണിലെ ഒരു ക്വീൻ ഓഫ് ഹെവൻ, ഒരു സ്വർഗത്തിലെ രാജ്ഞി എന്ന് പറയുന്നത്. ഈ ഒരു വാക്ക് നിങ്ങൾ എവിടെ കേട്ടോ, ദ ക്വീൻ ഓഫ് ഹെവൻ, ഓർത്തോളണം. ആളും ജെസബലും സെയിം ആണ്. ദ ക്വീൻ ഓഫ് ഹെവൻ. അത് ആ ഒരു പക്ഷേ ഈ ക്വീൻ ഓഫ് ഹെവൻ എന്ന് പറയുന്നതുകൊണ്ടായിരിക്കാം ഈ രാജാവ് ഒരു ടെക്നോളജി പറഞ്ഞത്, ഐ ആം ദ സൺ ഓഫ് ഗോഡ്. നിനക്ക് ഈ ഹെവനിലോ എങ്ങോ നിനക്ക് സ്ഥാനമില്ല. പക്ഷെ അവൾ സ്വയം സംബോധന ചെയ്യുന്നതാണ്
ഇങ്ങനത്തെ ഓരോ ടെർമിനോളജി. അത് ബാബിലോൺ ആണ്. ഈ ക്വീൻ ഓഫ് ഹെവന്റെ ഉറവിടം ബാബിലോൺ ആണ്, ഒരേ സ്പിരിറ്റ് ആണ്. അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആഹാബ് കല്യാണം കഴിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നാബോത്തിന്റെ, അതായത് തന്റെ കൊട്ടാരത്തിന് ചേർന്ന് വളരെ അടുത്ത് നിൽക്കുന്നതായിരുന്നു നാബോത്തിന്റെ വിനിയാട്. ആ തോട്ടം കൈവശമാക്കണമെന്ന്, ആ മുന്തിരിത്തോട്ടം കൈവശമാക്കണമെന്ന് ആഹാബിന് ആഗ്രഹമുണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട് പറയുന്നു, ഈ തോട്ടം എനിക്ക് തരിക, ഇതിന് പകരമായിട്ട് നിന്ന് എന്ത് വില ചോദിക്കുന്നു അത് തരാം, അല്ലെങ്കിൽ ഇതിന് പകരം ഏറ്റവും മേത്തരമായ ഏറ്റവും നല്ല ഒരു തോട്ടം ഞാൻ നിനക്ക് തരാം. നാബോത്ത് അത് നിരസിക്കുന്നു. നാബോത്ത് നിരസിക്കാൻ ഒരു കാരണമുണ്ട്. ദൈവ അന്ന് ഇസ്രായേലിന്റെ നിയമം എന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയ അവകാശം, അല്ലെങ്കിൽ ഈ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ആണ്. അതൊരു വേറൊരു വ്യക്തിക്ക് വിൽക്കുവാൻ അനുവാദമില്ല. വിൽക്കുന്നവനെ ദൈവം വെറുക്കുന്നു. ഓരോ ഗോത്രമായിട്ടും കുടുംബമായിട്ടും യഹോവ കൊടുത്ത ഇൻഹെറിറ്റൻസ് ആണ് ഈ ലാൻഡ്. ഇത് ഇസ്രായേലിന്റെ കഥയാണ്, നമ്മുടെ കഥയല്ല, ഇസ്രായേലിന്റെ കഥ. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തനിക്ക് കിട്ടിയ ആ സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഓഹരിയാണ്. അത് വേറൊരാൾക്ക് വിൽക്കാൻ വകുപ്പില്ല. അത് വേണമെങ്കിൽ ലീസിന് കൊടുക്കാം. ആ ലീസ് ഇത്ര വർഷത്തിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചെടുക്കണം. പക്ഷെ അത് വെളിയിൽ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നാബോത്ത് ആഹാബിനോട് പറയുന്നത്, ഇത് സാധ്യമല്ല, ഇത് എനിക്കും എൻ്റെ മക്കൾക്ക് യഹോവ തന്ന ഓഹരിയുമാണ്, അതുകൊണ്ട് സോറി രാജാവേ, ഇത് തരാൻ വകുപ്പില്ല. അപ്പൊ ആഹാബ് രാജാവ് എന്ത് ചെയ്തു? ഇത് കേട്ടിട്ട് വളരെ വിഷമിച്ച് പുള്ളി, എനിക്ക് തോന്നുന്നു, കട്ടിലിൽ പോയി കിടന്നു. അപ്പൊ കട്ടിലിൽ പോയി കിടന്നിട്ട് ജെസബൽ അവിടെ നിന്ന് ആഹാബ് കഴിക്കാൻ പാടെന്ന് പറഞ്ഞപ്പോൾ ആഹാബ് അവിടെ നിന്ന് ഇങ്ങനെ കുറെ മുക്കറ ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെസബൽ എന്നിട്ട് എന്താണ് ആഹാബെ കഴിക്കാൻ വരാത്തത്? എനിക്ക് മൂടില്ല, എനിക്ക് തീരെ മൂടില്ല. എന്താ നിന്റെ മുഖം പാടിയിരിക്കുന്നത്? ഒന്നുമില്ല. ജെസബൽ പറ, നീ രാജാവല്ലേ, നീ പറ. അപ്പൊ പറഞ്ഞു, അല്ല, നാബോത്തിന്റെ ആ തോട്ടം ഉണ്ടല്ലോ, ആ തോട്ടം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നമ്മുടെ കൊട്ടാരത്തോട് ചേർന്ന് നിൽക്കുന്നതല്ലേ. അതെ. എന്നിട്ട് അത് നാബോത്ത് തരത്തില്ല എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ? നീയല്ലേ ഈ ഇവിടുത്തെ രാജാവ്, ഇസ്രായേലിന്റെ രാജാവ് നീയല്ലേ? നീ ഇതൊക്കെ പറയ, 2 മുന്തിരി 2 ആപ്പിളൊക്കെ കഴിച്ചിരിക്കുക, ഞാനിപ്പോ വരാന്ന് പറയും. ജെസബൽ പിന്നെ ചെയ്യുന്നതാണ് ഭയങ്കരം. ജെസബല് ആഹാബിന്റെ സീലിംഗ് റിംഗ് എടുത്തിട്ട് ഒരു വിളംബരം പോലെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ജസ്രീൽ എന്ന സ്ഥലത്തെ, നാബോത്ത് താമസിക്കുന്ന ആ സ്ഥലത്തെ മുഖ്യന്മാരെ കണ്ടിട്ട് പറയാണ്, നിങ്ങൾ 2 പേര് ചേർന്ന് അവനെതിരെ കള്ളസാക്ഷ്യം പറയണം. അവൻ 2 കാര്യങ്ങൾ ചെയ്തതായിട്ട് പറയണം. ഒന്ന്, അവൻ ദൈവത്തിനെതിരെ പറഞ്ഞുവെന്നും രാജാവിന്റെ എതിരെ സംസാരിച്ചു എന്നും പറയണം. കാരണം അങ്ങനെ രാജാവിനെതിരെ മാത്രം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നടക്കില്ല. ദൈവത്തിന്റെ എതിരെ, യാഹുവയുടെ എതിരെയും കാര്യങ്ങൾ പറഞ്ഞതായിട്ട് പറയണം. അന്നത്തെ കാലത്ത് 2 സാക്ഷികളുണ്ടെങ്കിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലാം. അപ്പോൾ നാബോത്ത് ഇത് ചെയ്തതെന്ന് ഈ മുഖ്യന്മാരെ കൊണ്ട് അവൾ പറയിപ്പിച്ചു. ഇനി നാബോത്തിനെ അതിന്റെ പേരിൽ അവരെല്ലാം ചേർന്ന് കല്ലെറിഞ്ഞു കൊന്നു. അവിടെ കൊണ്ടും നിൽക്കുന്നില്ല, നാബോത്തിന്റെ മക്കളെയും കൊച്ചുമക്കളെയും വരെ ഇവൾ അവരെ കൊണ്ട് കൊല്ലിക്കുകയാണ്. കാരണം ഇതിന് വേറെ അവകാശികൾ ഇനി ഉണ്ടാവരുത്. ഇവരെ കൊന്നു കഴിഞ്ഞിട്ട് അവന്റെ നാബോത്തിനെ വെറുതെ വിട്ടില്ല, ഭാര്യയെ വെറുതെ വിട്ടില്ല, മക്കളെ വെറുതെ വിട്ടില്ല, കൊച്ചുമക്കളെ വെറുതെ വിട്ടില്ല. അപ്പൊ എത്ര ക്രൂരയായ ഒരു സ്ത്രീ എന്ന് ഓർത്തോണം. ആഹാബ് അവിടെ ഇരുന്ന് ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ജെസബൽ ചെയ്യുന്ന പണിയാണിത്. എന്നിട്ട് ഈ മുഖ്യന്മാർ കൊന്നു കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്ത ആരോടാ? ആഹാബിനോടല്ല, തന്റെ രാജാവിനോടല്ല, റിപ്പോർട്ട് ചെയ്യുന്ന ജെസബലിനോടാണ്. അപ്പൊ ആ രാജ്യം ആരാ നടത്തുന്നത്? സഭയും ഇതിന്റെ അപ്പുറം നടക്കും. ഒരു സ്ത്രീക്ക് വളരെയേറെ ഒരു സഭയിൽ നാശം വിതയ്ക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ആത്മാവുള്ള വ്യക്തികൾക്ക് ചെയ്യുവാൻ കഴിയും. അവർക്ക് ദൈവത്തിന്റെ പ്രമാണമോ ദൈവത്തിന്റെ വചനമോ അതിലൊന്നും യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് വേണ്ടത് പവർ, അതോറിറ്റി. അവർ ഏത് വിധേനയും ഒരു കാര്യം നേടിയെടുക്കുക എന്നൊരു ഭാഗത്തിലേക്ക് അവർ വരികയുള്ളൂ. അവർക്ക് അതിൽ നേരോ നീതിയോ അതിലൊന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവിനോട് കീഴ്പ്പെടണമെന്നോ അതിനൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ദൈവം അവളുടെ ഒരു ഭയങ്കര ഒരു അവസാനവും, അവളുടെ അവസാനം വളരെ സുഖമുള്ള അവസാനമല്ലായിരുന്നു. ഈ എലൈജ പേടിച്ച് ഓടുന്ന വഴിയിൽ
ഒരാളെ അനോയിന്റ് ചെയ്ത് വിടുന്നുണ്ട്. അവന്റെ പേരാണ് ജേഹു. അപ്പൊ തന്നെ ജേഹു നോക്കി വെച്ചിരിക്കുക. ജേഹുവിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമുണ്ട്. ഈ ജേഹു ആരത് നിങ്ങൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ഈ നാബോത്തിന്റെ തോട്ടത്തിൽ പണിക്കാരായിരുന്നു ഈ ജേഹുവിന്റെ ഒരു കൂട്ടുകാരനും. അവര് കണ്ടു ഈ നാബോത്തിനോട് ചെയ്ത ആ കൊളുരായ്മയും ക്രൂരതയും അവര് സാക്ഷികളാണ്. അവർ കണ്ടു ഈ ആഹാബും ഈ ജസബലും എന്താണ് ചെയ്തത്. ഒരുപക്ഷെ അന്ന് ജേഹു മനസ്സിൽ കുറിച്ച് കാണും, എന്തെങ്കിലും ദൈവം എനിക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ ഈ സ്ത്രീയെ ഞാൻ കൊല്ലുമെന്ന്. അതുകൊണ്ടായിരിക്കാം എലൈജ ഒരുപക്ഷെ ആ വഴി വന്നപ്പോൾ അവനെ തന്നെ ഓർഡൈൻ ചെയ്ത് അനോയിന്റ് ചെയ്ത് വിടുന്നു. ജേഹു ഉടനെ പറഞ്ഞു, ജേഹു തന്നെ കൊല്ലാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞ ഉടനെ ജസബൽ എന്ത് ചെയ്തു? ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും സാധാരണ സ്ത്രീകൾ പോലെ കരഞ്ഞ് നിലവിളിച്ച് റൂമിനകത്ത് ഇരുന്ന് ഭയങ്കര കരച്ചിലായിരിക്കുന്നു. അത് ജസബൽ അല്ല. ജസബൽ ഉടനെ മേക്കപ്പ് കിറ്റൊക്കെ ഇട്ട് കണ്ണാടി മുമ്പിൽ നിന്ന് നന്നായിട്ട് ഒരുങ്ങി. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയല്ലോ, ഈ ആത്മാവിന്റെ ഭയമില്ല, മാനസാന്തരപ്പെടുവാനോ അവർക്ക് മനസ്സില്ല. മരണം മുന്നിൽ കണ്ടാലും ഇതിനൊരു പ്രശ്നമല്ല. അപ്പൊ എന്നിട്ട് ജേഹുവിന്റെ പഴയ കഥകളൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് അവൾ അവിടെ ഇരുന്നുകൊണ്ട്. അവളെ ഹാളെ വിട്ട് അവളെ ഓർമ്മിപ്പിക്കുകയാണ്, നീ ആരാന്ന് അവൾക്കൊന്നൊന്ന് ഓർമ്മിപ്പിക്കണം. അപ്പൊ ജേഹു പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, ഞാൻ കഴിച്ചോണ്ടിരിക്കുക, ഞാൻ വരുക, നിന്നെ തട്ടാൻ വരുവാന്ന്. പക്ഷെ ജേഹുവിനെ കൊല്ലാൻ ഒരു അവസരം പോലും ദൈവം കൊടുക്കുന്നില്ല. അതിനു മുമ്പേ അവളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് ഇവളെ തള്ളി താഴോട്ടിട്ടിട്ട് അവളുടെ ശരീരഭാഗങ്ങൾ പിളർന്നിട്ട് നായ്ക്കൾ വന്ന് കടിച്ചു കീറുകയാണ്. അതായത് ജേഹു വരുമ്പത്തേക്ക് കുറെ ശരീരഭാഗം ഇല്ല. ഇത് എത്ര മേക്കപ്പ് ഇട്ടാലും യഹോവയുടെ കരം അവളെ വിടുകയില്ല. ഈ സ്പിരിറ്റും ഇതിലൂടെ നിൽക്കുന്നവർക്കും ഇത് തന്നെയാണ് അന്ത്യം. അവളുടെ വിചാരം പക്ഷേ ഭയങ്കരമാണ്. മരണം നേരിട്ട് കാണുമ്പോഴും മേക്കപ്പെട്ട് ചിരിച്ചോണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ജസബൽ. അപ്പൊ വളരെ ഇൻട്രസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയല്ലോ ഈ സാധനം ഏതാണെന്നുള്ളത്. കാശ് കൊടുത്തൊന്നും ഒതുക്കാൻ പറ്റത്തില്ല ജസബൽ അധികാരത്തിന് അധികാരം തന്നെ വേണം, പവറിന് പവർ തന്നെ വേണം. കാശൊന്നും കൊടുത്താൽ, കാശിനോടല്ല ജസബലിന്റെ ആർത്തി, അധികാരത്തിനോട്. അവർ സഭയിലേക്ക് വരുമ്പോൾ ആ സഭയെ കൺട്രോൾ ചെയ്യുക, അത് കൺട്രോൾ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ജസബലിന്. കാരണം അവർക്ക് നിലനിൽപ്പില്ല. ആ ദുരാത്മാവിന് പിന്നെ എന്താണ് റോള്? ആ സഭയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, പക്ഷെ അടുത്തത് അവർ നോക്കാൻ പോകുന്നത്, ആ ദുരാത്മാവ് നോക്കാൻ പോകുന്നത് ആ ദൈവത്തിന്റെ ആത്മാവുള്ളവനെ എങ്ങനെ വെട്ടിക്കൊല്ലാന്നുള്ളതാണ്. അതാണ് അടുത്ത പദ്ധതി. എപ്പോഴും ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ എതിരെയായിരിക്കും അവരുടെ മെയിൻ പരിപാടി. അവരൊരിക്കലും കീഴ്പ്പെടുകയില്ല. ഓക്കെ, നമുക്ക് തിരിച്ച് ആ ലെറ്ററിലേക്ക് വരാം. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 33 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഉപമ യേശുക്രിസ്തു പറയുന്നുണ്ട്. ഇത് തന്നെയാണ്, ഇത് സെയിം ഇതിൽ പറയുന്ന ഈ സ്ത്രീയും ഈ ജസബലിന്റെ സ്പിരിറ്റ് ഉള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 33-ാം വാക്യം. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. അതായത് പുളിപ്പില്ലാത്ത അപ്പം, അത് നമുക്കറിയാം. പുളിപ്പ് യഹൂദർക്ക് പാടില്ല. ഇസ്രായേൽ മക്കൾക്ക് പുളിപ്പ് എന്ന് പറഞ്ഞാൽ പാപമാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ പ്രത്യേകിച്ച് ഒരു സ്റ്റഡി ക്ലാസ് ഒന്നും കൊടുക്കണ്ട. അവിടുത്തെ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ഈ പുളിപ്പ് എന്ന് പറയുന്നത് പാപത്തിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീ എന്താണ് ചെയ്യുന്നത്? ഈ മൂന്ന് പറ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ മാറ്റിക്കുന്ന വിശുദ്ധമായ ഒരു കാര്യമാണ്. അതാണ് യഹോവയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു കണക്കാണ് ഈ 3 പറ മാവ് എന്ന് പറയുന്നത്. ഈ വിശുദ്ധമായതിൽ അവൾ എന്താണ് ഒളിപ്പിച്ചു വെക്കുന്നത്? പുളിപ്പ്, ഈസ്റ്റ്. അത് ഒളിപ്പിച്ചു വെക്കുക. എന്തിനാ ഒളിപ്പിച്ചു വെക്കുന്നത്? അപ്പൊ പലരും പറഞ്ഞു ഇത് ദൈവരാജ്യം പുളിപ്പ് പോലെയാണ്. ആ പുളിപ്പ് സകല മാവിലേക്കും കയറുന്നത് പോലെ ദൈവരാജ്യം പടരും. അതല്ല ഇവിടെ പറയുന്നത്. ദൈവം പറയുന്നത് ഇവള് വന്ന് സഭയ്ക്കുള്ളിൽ ഇങ്ങനത്തെ ആദ്യ ചെറിയ ചെറിയ ഉപദേശങ്ങളായിരിക്കും. നമ്മൾ വിചാരിക്കും ബാക്കിയെല്ലാം, കാരണം ഭയങ്കര പ്രവൃത്തിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ദൈവത്തിന്റെ പ്രത്യേക ഒരു ആള് തന്നെയായിരിക്കും. പ്രവൃത്തിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാ പറയുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ ദൈവമക്കളാ, ഒരു കുഴപ്പമില്ല. ചെറിയ ചെറിയ ചിന്ന ഉപദേശങ്ങൾ, ദൈവത്തിന്റെ വചനത്തിനെ ഖണ്ഡിക്കുന്ന ചെറിയ ചെറിയ ഉപദേശങ്ങൾ. എന്നാൽ മുഴുവനായിട്ട് ഖണ്ഡിക്കുകയില്ല,
ചെറുതായിട്ട് നിങ്ങൾ ചെറുതായിട്ട് അവിടെ മീറ്റിങ്ങിന് പോകുമ്പോൾ അങ്ങ് കണ്ണടച്ചിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ അതിനെ അങ്ങ് ചെയ്തേക്കുക. ഇതാണ് അവളുടെ ഉദ്ദേശം. എന്തുവാണ്? അത് മൊത്തം പൊളിക്കണം, സഭ മൊത്തം ഈ ഉദ്ദേശത്തിലേക്ക് വരണം, സഭ മൊത്തം നശിക്കണം. അവിടെയും ആ സ്ത്രീ തന്നെ ചെയ്യുന്ന പണി കണ്ടോ? ഇനി നമ്മൾ വെളിപാട് പഠിച്ചു വരുമ്പോൾ ഇനിയും പല സ്ത്രീകളെ നമ്മൾ പഠിക്കും. ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ പറയുന്നു, വെറും സ്ത്രീകളല്ല, അത് സ്പിരിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി 21 വരാം. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. അവൾക്ക് മേക്കപ്പ് ഇടാനാണ് മനസ്സ്, മാനസാന്തരപ്പെടുവാൻ അവൾക്ക് സമയമില്ല. പറ്റുവാണെങ്കിൽ അവളെ ഹൈ ഹീലും കൂടി ഇട്ട് ടക്ക് ടക്കിന് ഫ്രണ്ടിൽ നടക്കും. ഓക്കെ, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലുമാക്കി കളയും. അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. ഈ മരണത്താൽ കൊല്ലുക എന്ന് പറയുന്നത് മഹാമാരി കൊണ്ട് കൊല്ലുക എന്നാണ് അർത്ഥം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വെറും കൊലയല്ല പറയുന്നത്, മഹാമാരി, പെസ്റ്റിലൻസ് വരും. പെസ്റ്റിലൻസ് വന്ന് അവളെ ആ കിടക്കുന്നേൽ കിടത്തും. അസുഖം കൊണ്ട് ആ രോഗശൈലിയിലേക്ക് ആക്കി അങ്ങനത്തെ ഒരു ഡെത്ത് ബെഡിലാണ്. ആ മരണം എന്ന് പറഞ്ഞാൽ രോഗങ്ങളും അസുഖങ്ങളും ബാധകളും വന്ന് മരിക്കുന്ന ഒരു മരണമാണ്. അത് അവൾക്ക് മാത്രമല്ല, അവളുടെ കൂടെ നിന്ന് ആ ഉപദേശങ്ങൾ ചേർന്ന് നിന്നിട്ട് അതിൽ നിന്ന് മാനസാന്തരപ്പെടാതെ അതിൽ തന്നെ ഉറച്ചു നിന്ന ഓരോ വ്യക്തിക്കും, ഓരോ വിശ്വാസിക്കും ആ കട്ടില് ദൈവം കൊടുക്കും. അത് മഹാമാരി കൊണ്ടും കഷ്ടത കൊണ്ടും അവിടെ മരിക്കും. അത് ദൈവത്തിൽ നിന്ന് സകലത അകന്നു പോകും. അവിടെ ആ കഷ്ടതയിലും മഹാമാരിയിലും വന്ന് കിടക്കുമ്പോൾ അപ്പൊ നിലവിളിച്ചാൽ ഒരുപക്ഷെ വളരെ ലേറ്റ് ആയി പോകും. അപ്പോൾ ഇന്ന് ദൈവവചനം കേൾക്കുകയാണെങ്കിൽ സഭ ചിന്തിക്കേണ്ടത്, ഞാൻ ശരിയായ ഉപദേശങ്ങളിലാണോ നിൽക്കുന്നത്? അതോ നിങ്ങൾ ലീഡേഴ്സ് ആണെങ്കിൽ ഞാൻ ശരിയായ ഉപദേശമാണോ പഠിപ്പിക്കുന്നത്? നിങ്ങൾ വളരെയേറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരിക്കാം, വളരെയേറെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടായിരിക്കാം, വളരെയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ തെറ്റായ ഉപദേശങ്ങൾ ദൈവജനത്തിനെ പഠിപ്പിച്ചാൽ ഈ കിടക്ക അത് നമുക്ക് ഓരോരുത്തരിലേക്കും വരും. നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു ഭാഗം, ഉപദേശങ്ങൾ തള്ളിക്കളയല്ലേ. പ്രവർത്തികൾ പോലും നമ്മളെ രക്ഷിക്കുകയില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എഫെസസ് സഭയാണ്. എഫെസസ് സഭയ്ക്ക് പ്രവർത്തികൾ ഇച്ചിരി കുറഞ്ഞുപോയി. നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു, പ്രവർത്തി കുറവായിരുന്നു. പക്ഷേ അവരുടെ ഉപദേശങ്ങളിൽ അവർ വളരെ ശക്തരായിരുന്നു. അവർ ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവരെ അവരെ ടെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്തിട്ട് കള്ള അപ്പോസ്തലന്മാരായിരുന്നെങ്കിൽ അവർ സഭയിൽ നിന്ന് പുറത്തു കളയും. അതുകൊണ്ട് തന്നെ എഫെസസിന് കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ വ്യത്യാസമല്ലേ? തയാത്രയോടെ പറയുന്ന വാർണിംഗേ അല്ല എഫെസസിന് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാ? പ്രവൃത്തി അല്പം കുറവായിരുന്നിട്ട് പോലും ദൈവം പറഞ്ഞു നിന്റെ ഉപദേശങ്ങൾ നീ കറക്റ്റ് ആയിരുന്നു. എന്നിട്ട് അവർ എന്നും പറഞ്ഞ് പ്രവൃത്തികളിലേക്ക് വരണ്ടെന്നല്ല, ആ പ്രവൃത്തികളിലേക്ക് നീ തിരിച്ചു വരാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്തുവാ? ഇവിടെ പ്രവൃത്തികൾ വളരെയധികം ഉണ്ടായിരുന്നു, എന്നിട്ടും ഉപദേശങ്ങൾ തെറ്റിപ്പോയി. ജെസബലിന്റെ, അതായത് ഇതേ ടീച്ചിങ് ആണ് പെർഗമോസിൽ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ബാലാമം പഠിപ്പിക്കുന്നത് വളരെ സിമിലർ ആണ്. ദൈവത്തെ ജനത്തിനെ ശരിയായ ഉപദേശങ്ങളിൽ നിന്ന് മാറ്റി തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുക. അത് തന്നെയായിരുന്നു ബാലാമ. ഒരു പെർഗമോസിൽ ബാലാമ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തയാത്രയിൽ ഈ ദുരാത്മാവ്, ഇത് രണ്ട് സ്പിരിറ്റ് ആണ്. രണ്ടും പഠിപ്പിക്കുന്നത് വിട്ടുവീഴ്ചകൾ ചെയ്യുവാനാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ദൈവവചനം കേട്ടതുകൊണ്ടോ മനസ്സിലാക്കിയതുകൊണ്ടോ അത് ചെയ്യുവാനൊന്നും സാധ്യമല്ല. ഇത് 2000 വർഷം പഴക്കമുള്ള ഒരു പുസ്തകമാണ്. അന്നത്തെ കാലത്ത് അത് നടക്കുമായിരിക്കാം, ഇന്നത്തെ കാലത്ത് പ്രായോഗികമല്ല. അതുകൊണ്ട് നമുക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അത് ഓക്കെയാണ്. അത് തന്നെ ബാലാമും അത് ദൈവത്തിന്റെ ജനത്തിനെ നാശത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ തയാത്രയില് ജെസബൽ പഠിപ്പിക്കുന്നു, ഉപദേശങ്ങൾ മാറ്റി അവളുടെ ഉപദേശങ്ങൾ സ്വയം പ്രവാചകയായിട്ട് അവൾ പഠിപ്പിക്കുന്നു. രണ്ട് സഭയും ഈസ് ഇൻ സീരിയസ് ട്രബിൾ. അപ്പം ഈ മരണത്താൽ കൊല്ലുക എന്ന് പറയുന്നത് എന്താണ്? മഹാമാരി കൊണ്ട് മരിക്കുക എന്നുള്ളതാണ്. എന്നാൽ അടുത്ത 24, എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തയത്തേഴിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. അതായത് ആ തയാത്രയില് കുറച്ച് പേരുണ്ടായിരുന്നു, ഇതിനോട് ചേർന്ന് നിൽക്കാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. എല്ലാ സഭയിലും നമുക്ക് കുറച്ച് പേര് കാണും അല്ലേ?
ചില തെറ്റായ ഉപദേശങ്ങളിലും അവരുടേതായ കാര്യങ്ങളിലും അവരുടേതായ ഉപദേശങ്ങളിലും വളരെ ബിസിയായിട്ട് നടക്കുന്നവർ. എന്നാൽ വളരെ കുറച്ച് പേര് ദൈവവചനത്തെയും അതിനെ മാനിച്ചും, അവർക്ക് വലിയ സ്വത്തും സമ്പാദനങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം എന്തുവാ? അവർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ കാര്യങ്ങളൊന്നും അവർ ദൈവത്തെ മാനിക്കുന്നത് കൊണ്ട് അവർ വലിയ ധനികരൊന്നും ആയി തീരുന്നില്ല. വലിയ ബിസിനസ് മാഗ്നറ്റോ ബിസിനസ് എംപയറോ ഒന്നും അവരുണ്ടാക്കുന്നില്ല. അവർ ദൈവം കൊടുക്കുന്ന ആ കാര്യങ്ങളിൽ മാത്രം വിശ്വസ്തയോടെ നിൽക്കുന്നവര്. അവരോട് ദൈവം പറയുന്നു, നിന്റെ മേൽ ഞാൻ വേറൊരു ഭാരം വെക്കുന്നില്ല. പക്ഷേ സാത്താന്റെ ആഴമേറിയ കാര്യങ്ങൾ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാക്യമാണ്, ദ ഡീപ് തിങ്സ് ഓഫ് സൈറ്റൻ. അതായത് അതിലാണ് ജെസബൽ PhD എടുത്തിരിക്കുന്നത്. ജെസബൽ പറഞ്ഞു കൊടുക്കുന്നത് ഈ പിശാചിന്റെ ആഴമേറിയ കാര്യങ്ങളിൽ ചെയ്ത് നിങ്ങൾ അതിലൊക്കെ പങ്കെടുത്താൽ നിങ്ങൾക്ക് ധനവും പ്രശസ്തിയും വളരെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് കിട്ടും. തയാത്രയിൽ നിങ്ങൾ വലിയവരാവും. എന്നാൽ നിങ്ങൾ സഭയിൽ, നിങ്ങൾക്ക് ആ കാശുകൊണ്ട് സഭയിൽ വളരെ പ്രവർത്തികൾ ചെയ്യാം. ഈ കിട്ടുന്ന കാശുകൊണ്ട് നിങ്ങൾ കൺവെൻഷൻസ് നടത്തിക്കോ, നിങ്ങൾ മീറ്റിംഗ്സ് നടത്തിക്കോ, പാവങ്ങളെ നിങ്ങൾ രക്ഷിച്ചോ, സഹായിച്ചോ. മനസ്സിലായോ? അതായത് അവരെ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾ അവിടെ വിട്ടുവീഴ്ച ചെയ്ത് നിങ്ങൾ സമൂഹത്തിൽ വളരെ വലിയവരായി, അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തികൾ ചെയ്തോ. ദൈവം പറഞ്ഞു പ്രവർത്തികളൊക്കെ ഓക്കെ, പക്ഷെ നിന്റെ ഉപദേശവും നിന്റെ ചിന്തയും തെറ്റിപ്പോയി. അപ്പൊ ഇവിടെ സാത്താന്റെ ആഴമേറിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? ജെസബൽ. എന്നാൽ ദൈവത്തിന് ആഴമേറിയ കാര്യങ്ങളുണ്ടോ? ഉണ്ടല്ലോ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 10 മുതൽ 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 10 മുതൽ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ജെസബൽ തയാത്രയിൽ ഇരുന്നുകൊണ്ട് പിശാചിന്റെ ആഴങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു. ആ ആരായുന്നതുകൊണ്ട് എന്ന് നമുക്ക് തോന്നും, മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയും? ആ വണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ ആത്മാവ് അല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് വേറൊരു വ്യക്തി അറിയണമെന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവിന് കൃത്യമായിട്ട് അറിയാം ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ എന്താണ് നിരൂപിക്കുന്നത്. ഞാൻ ഒരു വ്യക്തിയോട് പോലും പറയണമെന്നില്ല, എൻ്റെ ഭാര്യയോട് പോലും പറയണമെന്നില്ല. ഞാൻ എൻ്റെ മനസ്സിന്റെ നിഗൂഢതയിൽ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ആരായുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എൻ്റെ ആത്മാവ് അറിയുന്നത് പോലെ ദൈവത്തിന്റെ തീരുമാനങ്ങൾ ആരറിയുന്നു? ദൈവത്തിന്റെ ആത്മാവ് അറിയുന്നു. അപ്പം ആ വണ്ണം തന്നെ ദൈവത്തിലുള്ള ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇംഗ്ലീഷിൽ ഒന്നുകൂടെ നല്ലതാണ്, now we have received not the spirit of the world but the spirit who is from God, that we might understand the things freely given us by God. അതായത് പിശാച് ഒരു സൈഡിൽ കൂടെ നിങ്ങളുടെ കാര്യങ്ങൾ തടയുമ്പോൾ ദൈവം പറയുകയാണ്, നീ എൻ്റെ ആത്മാവിനെ തെരയ. കാരണം എൻ്റെ ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ തെരഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആക്സസ് തരും. പിശാചിനത് തടഞ്ഞു വെക്കുവാനോ ജെസബലിനെ അത് പിടിച്ചു വെക്കുവാനോ സാധ്യമല്ല. ദൈവം നിങ്ങൾക്കായിട്ട് വളരെ ഫ്രീ ആയിട്ട്, ദൈവം നിങ്ങൾക്കത് വേറെ വില കൊടുക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിന്റെ ആത്മാവിനെ ആരായുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പിശാച് നിന്നെ ഒരു സൈഡിൽ കൂടെ തടയുമ്പോൾ നിനക്കായിട്ട് ഒരുക്കി വെച്ച ഒരു തീന്മേശയുണ്ട്, നിനക്കായിട്ട് ഒരുക്കി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സ്വർഗ രാജ്യത്തിൽ നിന്ന് വെച്ചിരിക്കുന്നതാണ്. അത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. നീ ചെയ്യേണ്ടത് ഈ ലോകത്തിന്റെ വിട്ടുവീഴ്ചകളിലേക്ക് പോകരുത്, സാത്താന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങരുത്. നീ ഇറങ്ങേണ്ടത് ദൈവത്തിന്റെ ആഴങ്ങളിലേക്കാണ്. ആ ആഴങ്ങളിൽ നിനക്ക് ഒരു സ്വർണ്ണകുടം ഒരുക്കി വെച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ വില കൊടുക്കേണ്ടി വരും. ജെസബലിനെ എതിർക്കേണ്ടി വരും. ജെസബൽ അവിടെ എണ്ണിച്ചെന്ന് പറയുമ്പോൾ അതിന് ആമേൻ പറയരുത്, അതിനെ ഏർത്തിട്ട് പറയണം, ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ നിറഞ്ഞവരായി നിങ്ങൾ അതിനോട് എതിർക്കണം. ആ ഉപദേശങ്ങളിൽ വീഴരുത്. തെറ്റായ ഉപദേശങ്ങൾ സഭകളിൽ കൊണ്ട് നിറയ്ക്കുമ്പോൾ അതിനെ എതിർക്കുക തന്നെ വേണം. അത് കൂട്ട സഹോദരനല്ലേ ഉമ്മ എന്ന് പറഞ്ഞ് നിൽക്കാതല്ലാതെ അവരോട് ചെന്ന് പറയണം, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇത് തെറ്റായ ഉപദേശമാണ്.
കാരണം എന്താ? നിങ്ങൾ അതിന്റെ ദൈവവചനത്തിൽ നിങ്ങൾ ആ ഉപദേശങ്ങൾ ഉറച്ചവരായിരിക്കണം. എഫെസസ് എന്ന സഭ ഉറച്ചു നിന്നതുപോലെ ആ ഉപദേശങ്ങൾ. കാരണം എനിക്ക് തോന്നുന്നത് എഫെസസ് അത്രയും ഉറച്ചു നിൽക്കാൻ കാരണമുണ്ട്. അപ്പോസ്തലന്മാരാണ് നേരിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തലൻ പോൾ, അപ്പോസ്തലൻ ജോൺ, പിന്നെ തിമത്തി, ഈ 3 അഗ്രഗണ്യന്മാരാണ് അവരെ ഉപദേശങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എഫെസസുകാർക്ക് ഉപദേശത്തിൽ യാതൊരു കുറവുമില്ലായിരുന്നു. അതിൽ അവർ അങ്ങേയറ്റം ആത്മാർത്ഥത കാണിക്കുകയും ചെയ്യുന്നു. തയാത്ര വാസ് നോട്ട് ദാറ്റ് ലക്കി. തയാത്രയ്ക്ക് കിട്ടിയത് ജസബലാണ്. എന്നാലും ഈ സഭകളെല്ലാം പൗലോസ് നേരിട്ട് പോയിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതുമാണ്. അവർക്ക് ദൈവവചനം അറിയായികയൊന്നുമില്ല. ഇതിൽ ഭയാനകം എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത് ഈ ജെസബലിന് കൊടുക്കുന്ന ദണ്ഡന, ജെസബലിന്റെ കൂടെ ഇരിക്കുന്നവർക്കും അതേ ഉപദേശങ്ങൾ ചേർന്ന് നിൽക്കുന്ന ദണ്ഡന ഞാൻ ബാക്കി സഭകൾക്കൊരു എക്സാമ്പിൾ ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവം അത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന പണിഷ്മെന്റ് ഞാൻ എല്ലാ സഭകൾക്കും ഒരു പണിഷ്മെന്റ്, ഒരു എക്സാമ്പിൾ ആക്കാൻ പോവാണ്. കാരണം എന്താ? ഒരു സഭയും ഈ ജെസബലിന്റെ ടീച്ചിങ്ങിലേക്ക് വരരുത്. ദൈവത്തിന്റെ ആത്മാവ് വിട്ടിട്ട് വേറൊരു ടീച്ചിങ്ങിലേക്ക് പോകരുത്. അതുകൊണ്ട് ദൈവം അവരെ ദണ്ഡനയിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ദൈവം പറയുന്നു, ലോകം നമ്മുടെ പല കാര്യങ്ങളെ തടയുമ്പോൾ പല കാര്യങ്ങൾക്ക് തട വരാം. കാരണം നമുക്ക് ആ യൂണിയനിൽ കയറാൻ പറ്റുന്നില്ല, ആ അസോസിയേഷൻ നമുക്ക് കയറാം. അത് നമ്മൾ തള്ളിക്കളയുക. കാരണം ദൈവത്തിന്റെ ആത്മാവില്ലാത്ത ഒരു യൂണിയനും ഒരു അസോസിയേഷനും ഒന്നിലും നമ്മൾ ഭാഗമാവുന്നില്ല. നമ്മൾ ഒരു പക്ഷെ വിചാരിക്കും ഞാനും എന്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും. അതാണ് ദൈവത്തിന് ആത്മാവ് പറയുന്നത്, പിശാചിന്റെ എല്ലാ ആഴങ്ങൾ എന്റെയാണ് യഥാർത്ഥ ആഴങ്ങൾ. അവിടെ നിനക്കായിട്ട് ഒരുക്കി വെച്ച ഉറവുകളുണ്ട്, നിനക്കായിട്ട് വെച്ച അനുഗ്രഹങ്ങളുണ്ട്. അതിൽ മുറുകെ പിടിക്കുക. അവിടെ ദൈവത്തിന്റെ ജനമേ, ജെസബൽ അവിടെ കിടന്ന് എത്ര തന്നെ കുറച്ചാലും നിങ്ങൾ അതിനെ എതിർക്കുക. നിങ്ങളുടെ സാമ്പത്തികം നിങ്ങൾ വിഷമിക്കണ്ട, അത് യഹോവയുടെ കരത്തിൽ. അതിൽ ഉറച്ചു നിൽക്കുക, ധൈര്യത്തോടെ നിൽക്കുക, ഉപദേശങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ അനേകര് പേരും വഞ്ചിക്കാൻ ഈ ജെസബൽ സ്പിരിറ്റുള്ള അനേകർ വന്നിട്ട് തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിച്ച് അവരുടെ ആ ലാഭമോഹത്തിനായിട്ട് സഭയെ 3ഉം 4ഉം ആക്കാൻ അവർക്ക് മടിയില്ല. പക്ഷേ അവരുടെ ഉദ്ദേശം അത് മൊത്തം പുളിപ്പിക്കാനാണ്, അതിനെ എതിർത്തുള്ളത്. ഓക്കെ, അതാണ് കൊടുത്ത എക്സോർട്ടേഷൻ. അടുത്ത എന്താ? എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ. ഇത് 25ആണ്. എങ്കിൽ നിങ്ങൾക്കുള്ളത്, അതായത് ആ യെസബേലിന്റെ കൂടെ നിൽക്കാത്തവരോട് പറയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. അതായത് അവിടുത്തെ സാഹചര്യങ്ങൾ മാറുന്നല്ല പറയുന്നത്, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു പോകും. പക്ഷെ നിങ്ങൾ ധൈര്യത്തോടെ പിടിച്ചു നിൽക്കണം. എപ്പോഴും പിടിച്ചു നിൽക്കണം? എന്റെ 2ാം വരവ് വരെ. ഇവിടെ ദിസ് ഇസ് ദ ഫസ്റ്റ് മെൻഷൻ ഓഫ് എ സെക്കൻഡ് കമ്മിങ്. ആദ്യത്തെ വാഗ്ദത്തമാണ്. ഈ കമ്മിങ്, സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന റാപ്ചർ ആണ്. കാരണം അവന്റെ 2ാം വരവിൽ അവൻ ലോകത്തിനെ ജഡ്ജ് ചെയ്യാൻ വരുമ്പോൾ ഇതില് തന്റെ വിശ്വസ്ത ദാസന്മാർക്കുള്ള റിവാർഡുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അത് വരെ പിടിച്ചു നിൽക്കണം. അപ്പൊ എന്ന് വരെ പിടിച്ചു നിൽക്കണം? അവസാനം വരെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ 2ാം വരവ് വരെ പിടിച്ചു നിൽക്കണം. ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറിയില്ലെന്ന് വരും, വളരെ പ്രയാസ സാഹചര്യങ്ങൾ കടന്നു പോകേണ്ടി വരും. അപ്പോഴും ദൈവം പറയുന്നത് നിങ്ങൾക്കുള്ളത് പിടിച്ചു വെക്കുക. അങ്ങനെ പിടിച്ചു വെക്കുന്നവർക്ക് ദൈവം കുറച്ച് വലിയ കാര്യങ്ങൾ തന്നെ വാഗ്ദാനം ചെയ്യുന്നു. 26, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അതൊരു ഭയങ്കര വാഗ്ദത്തമല്ലേ കൊടുത്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ, അവസാനം വരെ ജയിക്കുന്നവന് ദൈവം പറയുന്നു, ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഈ ജാതികളുടെ മേൽ അധികാരം കൊടുക്കണമെങ്കിൽ ഇത് 1000 ആണ്ട് വാഴ്ചയുടെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ നേരിട്ട് സ്വർഗത്തിൽ പോയാൽ അവിടെ വേറെ ജാതികളില്ല, വേറെ രാജ്യങ്ങളില്ല. ഇത് 1000 ആണ്ട് വാഴ്ചയുടെ കാര്യമാണ് ഈ പറയുന്നത്. ദിസ് ഇസ് വൺ ഓഫ് ദ സിമ്പിൾ റീസൺസ് ദാറ്റ് ദേ സേ there's a 1000-year rule. നമ്മൾ മരിച്ച് നേരെ സ്വർഗത്തിൽ പോയെങ്കിൽ അവിടെ വേറെ രാജ്യം എവിടെ ഉള്ളത്, വേറെ ജാതികൾ എവിടെ ഉള്ളത്? ഇത് 1000 ആണ്ട് ആഴ്ചയുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഇതിനോട് വളരെ ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ഒരു വ്യക്തികൾക്കും, തയാത്രയുള്ളവർക്കും, അല്ലാതെ എല്ലാ സഭയിലും ആത്മാർത്ഥതയോടെ നിൽക്കുന്നവർക്ക് ദൈവം പറയുന്നു, നിങ്ങൾ എന്റെ കൂടെ വാഴും, ജാതികളുടെ മേൽ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. അപ്പൊ
രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, രണ്ട് പ്രോമിസ് ഉണ്ട്. ഒന്ന്, ഒരു ചെങ്കോൽ, ഒരു വടി പറയുന്നുണ്ട്, ചെങ്കോൽ, അധികാരത്തിന്റെ ബലത്തിന്റെ ഒരു ചെങ്കോൽ. അത് യഹോവ പുത്രന് കൊടുത്തത്, യേശു ക്രിസ്തു അത് നമുക്ക് തരുന്നു. ഇനി ഈ ചെങ്കോൽ നിനക്കുള്ളത്, നീ രാജ്യങ്ങളുടെ മേൽ ജയം കൈവരിക്കും എന്ന് മാത്രമല്ല, ഇവിടെ പറയുന്നുണ്ട് ദ മോർണിംഗ് സ്റ്റാർ, ദ പ്രഭാത നക്ഷത്രം. ഇത് സൂര്യോദയത്തിന് മുമ്പ് കാണുന്ന ഒരു നക്ഷത്രമാണ് ദ മോർണിംഗ് സ്റ്റാർ. വളരെ ബ്രൈറ്റ് ഉള്ള, വളരെ പ്രകാശമുള്ള ഒരു നക്ഷത്രമാണ്. യേശു ക്രിസ്തുവിനെ സ്വയം സംബോധന ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് അത്. വെളിപാട് 22-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. വെളിപാട് 22-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രമാകുന്നു. അപ്പൊ ആരാണ് ഈ ഉദയ നക്ഷത്രം? യേശു ക്രിസ്തു തന്നെ. അതായത് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നവർക്കാണ് ആ ടൈറ്റിലും കൊടുക്കുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിനെ പോലെ അവന്റെ ആ ഗ്ലോറിയിൽ നമ്മളും പങ്കാളികളാവുകയാണ്. ആ തേജസ്സിൽ നമുക്കും അതേ ടൈറ്റിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ജാതികളുടെ മുമ്പിൽ, രാജ്യങ്ങളുടെ മുമ്പിൽ യേശു ക്രിസ്തു എങ്ങനെ നിൽക്കുന്നോ, നിങ്ങളും അതുപോലെ ആ വടിയും കൊണ്ട് ആ നാമത്തിൽ നടക്കുകയാണ്. ആർക്കും നിങ്ങളെ എതിർക്കുവാൻ കഴിയില്ല. എതിർക്കുന്നവൻ അവനെ അടിച്ച് പൊളിക്കുന്നാണ് പറയുന്നത്. രക്ഷയില്ല. ഇത് നീതിയുടെ രാജാവ്, ഇത് നീതിയുടെ രാജ്യം. ഇവിടെ ഇനി ഒരു ജസബലും ഉണ്ടാവത്തില്ല, ഒരു ബാലാമും ഉണ്ടാവില്ല. 1000 ആണ്ട് വാഴ്ചയിൽ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിയിടും. അതിന് നമ്മൾ മുമ്പേ നടക്കും. അവന്റെ ചെങ്കോലും വടിയുമായിട്ട് നമ്മൾ ആ രാജ്യത്ത് ആ ഉദയ നക്ഷത്രങ്ങളായി നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ, അന്ന് നമ്മുടെ നേരെ തുപ്പിയവർ, നമ്മുടെ നേരെ പറഞ്ഞവർ, അയ്യാ മണ്ട, നീ ജസബലിന്റെ ടീച്ചിങ് കൊണ്ട് ധനികനാവാത്തതെന്ത്? ഈ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ നിനക്ക് ധനികനാവായിരുന്നു, ഒന്ന് വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ എന്തൊക്കെ ആകാമായിരുന്നു എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുമ്പിൽ ആ ചെങ്കോൽ എന്ന് കാണിച്ചിട്ട് പറയണം, ഇപ്പോൾ എങ്ങനെയുണ്ട് ആ മണ്ട? ആ രാജാവ് വരിക തന്നെ വരും, രാജാവ് വരിക തന്നെ വരും, ആ രാജ്യം ഉണ്ടാവുക തന്നെ ചെയ്യും, ആ രാജ്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു രാജാവ് ഉണ്ടാവും. അവിടെ നമ്മൾ വാഴും ക്രിസ്തുവിന്റെ കൂടെ. No Jezebel can stop it. No Balaam can stop it. Nor all the angels of the wicked can stop it. That kingdom is coming. അവസാനം വരെ പിടിച്ച് നിൽക്കുന്നവന്, ജയിക്കുന്നവന്. അതുകൊണ്ട് നിങ്ങൾ ജെസബലിനെ ഭയക്കണ്ട, ബാലാമിനെ നിങ്ങൾ ഭയക്കണ്ടവൻ ഈ അഗ്നിപ്രകാശമുള്ള കണ്ണുള്ളവനും അവന്റെ കാലും അല്ലേ, അത് അവനെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ഈ ദൈവത്തെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ജസബലിനെ ഭയന്ന് ഈ ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെയ്യേണ്ടതെല്ലാം വൃത്തികേടുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രക്ഷയില്ല. അന്ന് കൃപ എന്ന് വിളിച്ചാൽ രക്ഷയില്ല. നിങ്ങൾക്ക് കിട്ടിയ കൃപ കൊണ്ട് നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് ചോദ്യം. അല്ലാതെ എല്ലാ പാപവും ചെയ്തു കഴിഞ്ഞിട്ട് സകലവും നേടിക്കഴിഞ്ഞിട്ട് കൃപ എന്ന് പറഞ്ഞു ചെന്നാൽ നടക്കുകയില്ല. നമുക്ക് ഓരോരുത്തരും കിട്ടിയ കൃപയ്ക്ക് എന്തു ചെയ്തു എന്ന് പറയും. അപ്പോൾ പറയണം, കിട്ടിയ കൃപ കൊണ്ട് ഞാൻ ജസബലിനെ പോലെ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവർ വളരെ സൂക്ഷിക്കുക. ലീഡേഴ്സ് ബി വെരി കെയർഫുൾ. God takes it very, very personally. 29 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ നമ്മൾ ഒരു പക്ഷേ ഈ സഭകളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും സ്മിർനയിൽ വലുതായിട്ടൊന്നും നടക്കുന്നൊന്നുമില്ല. അവിടെ തലങ്ങും വിലങ്ങും ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നതല്ലാതെ അവർക്ക് വലിയ പ്രവൃത്തിയൊന്നുമില്ല, അല്ലേ? നമ്മൾ ഒരു പക്ഷെ ഒരിക്കലും സ്മിർനയെ തെരഞ്ഞെടുക്കത്തില്ല. ദൈവം എന്നാൽ ഒരു കുറ്റം വെക്കാതെ, അതായത് ഈ 7 സഭകളിൽ 2 സഭകളോട് യാതൊരു ഗുണവും ഇല്ല, നിങ്ങൾക്ക് പറയാൻ യാതൊരു ഗുണവും ഇല്ല എന്ന് പറയുന്ന 2 സഭകളുണ്ട്. ഈ വേറെ പറയാൻ ഒരു ദോഷമില്ല എന്ന് പറയുന്ന 2 സഭയുണ്ട്. അതിൽ സ്മിർന കയറി പറ്റി എന്നുള്ളതാണ്. നമ്മളാണെങ്കിൽ സ്മിർനയെ തെരഞ്ഞെടുക്കത്തില്ല. നമ്മൾ പക്ഷെ തയ്യാറയെ തെരഞ്ഞെടുക്കും. കാരണം അത്രയോളം പ്രവർത്തികളുണ്ടോ, ഭയങ്കര ആക്ടിവിറ്റിയാണ്, ഓടി നടന്ന ആക്ടിവിറ്റിയാണ്. അത് നല്ല ആക്ടിവിറ്റി കൂടിയാണ്, തെറ്റായ ആക്ടിവിറ്റി ഞാൻ പറയുന്നില്ല, യഥാർത്ഥമായ പ്രവർത്തനം തന്നെ. പക്ഷെ ദൈവം പറഞ്ഞു വലിയ പ്രശ്നമുണ്ട്. ഞായറാഴ്ച ചെല്ലുമ്പോഴേ ഒരു പാർട്ടി അവിടെ തെറ്റായ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം സൂക്ഷിക്കണം സഭ, അല്ലേ? അപ്പൊ ഇന്ന് ഒരു പ്രാദേശിക സഭ ക്രമേണ വിശ്വാസം ഉപേക്ഷിക്കുകയും ക്രിസ്തുവിന് വേണ്ടിയുള്ള സാക്ഷ്യം നഷ്ടപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര ദാരുണ്യമായ കാര്യമാണ്.
ഒരു പ്രാദേശിക സഭ ദൈവത്തിന്റെ ആത്മാവിന് ആ വെളിച്ചം പടർത്തുന്നതിന് പകരം ജെസബലിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ആ ദുരാത്മാവിന്റെ വഴികളിൽ നടന്ന് വലിയ പ്രഭുക്കന്മാരായി ബൂർഷകളായിട്ട് ജീവിച്ചു. വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ കാര്യങ്ങളും സമ്പത്തും ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് ഭയങ്കര അതിന് ഒരുപക്ഷെ പ്രവർത്തനത്തിനെല്ലാം കാശ് കൊടുത്തതാണ്. ദൈവം പറഞ്ഞത് പോരാ, ഉപദേശം. അപ്പൊ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഏതാ? ഉപദേശങ്ങളും പ്രവർത്തികളും. ഉപദേശത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തികൾ, പ്രവർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഉപദേശങ്ങൾ. ഇത് രണ്ടുമില്ലെങ്കിൽ ഇത് സഭയ്ക്ക് വലിയ ഡേഞ്ചറാണ്. എഫെസസിനോട് പറഞ്ഞതുപോലെ നീ ആദ്യ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയുമ്പോൾ തയാത്രയോട് പറയുന്നത് നീ എത്രയും പെട്ടെന്ന് മാനസാന്തരപ്പെടുക. അത് 3 സഭകളോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന്. അതപ്പോ ഈ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടു പോയ പാപികൾക്ക് മാത്രമല്ല, അല്ലേ? അനുസരണക്കേട് കാണിക്കുന്ന ക്രിസ്ത്യാനികൾക്കും അല്ലെങ്കിൽ ദൈവവിശ്വാസികൾക്കും മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അസോസിയേഷൻസിലും നമ്മുടെ സഭയിലും നമ്മൾ മാനസാന്തരപ്പെടാതെ, നമ്മൾ ചെയ്യുന്ന പാപത്തിനെ നമ്മൾ മാനസാന്തരപ്പെടാതെ മുന്നോട്ട് പോയാൽ അവിടെ തന്നെ നമുക്ക് വലിയൊരു ജഡ്ജ്മെന്റ് വരും. സഭ ജഡ്ജ്മെന്റ് അടിയിൽ വന്നു പോകും. അപ്പൊ നമ്മൾ ഏത് സഭയാണ്, നമ്മൾ ഓരോരുത്തരും ഏത് ഉപദേശങ്ങളാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് സൂക്ഷിച്ചു നോക്കേണ്ട സമയമായി കഴിഞ്ഞു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിക്കും നിങ്ങൾ ഓരോരുത്തരും തിരിഞ്ഞു പോയി, നിങ്ങൾ ഏത് ഉപദേശങ്ങളിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ സഭ ഏത് ഉപദേശങ്ങളിലാണ് നിൽക്കുന്നത്, അത് നമ്മളെ എല്ലാവരെയും സമാധാനിപ്പിക്കുന്ന ഒരു സുവിശേഷത്തിലാണോ അതോ യഥാർത്ഥ സുവിശേഷം മരിക്കുവാൻ തയ്യാറാകുന്നത്? കാരണം നമ്മൾ പലപ്പോഴും എല്ലാവരോടും ഉപദേശങ്ങൾ വിളിച്ച് പറയാത്തതിന്റെ മെയിൻ കാരണം നമുക്ക് അവരുടെ കിട്ടുന്ന തിരിച്ചടി, അവർ നമ്മുടെ മിനിസ്ട്രിയിലേക്ക് വരികയില്ല, നമ്മുടെ മിനിസ്ട്രിയിൽ ആളുണ്ടാവുകയില്ല, അവരെ കൂടാതെ നമുക്ക് കൈമണി കിട്ടുകയുമില്ല. അതുകൊണ്ട് നമ്മുടെ ഉപദേശങ്ങൾ മിണ്ടാതിരിക്കും. USA വലിയൊരു സംഭവം നടന്നു, നിങ്ങൾ അറിഞ്ഞു കാണും. ചാർലി കേർക്ക് എന്ന് പറഞ്ഞ ആളിനെ അവന്റെ ഉപദേശങ്ങൾ 3 കാര്യങ്ങൾ ഉറക്കെ വിളിച്ച് പറഞ്ഞത് കൊണ്ട് അവനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞു അവന്റെ സ്വന്തം മക്കളുടെ മുമ്പിൽ. പക്ഷേ അതിനുശേഷം അമേരിക്കയിൽ ലോകത്തെമ്പാടും ക്രിസ്തുവിനെ ഒരിക്കൽ പോലും അറിയാത്തവർ, അവിശ്വാസികൾ തെരഞ്ഞു പിടിച്ച് അന്വേഷിക്കുന്നുണ്ട്, ആരാണ് ഈ ചാർലി കേർക്ക്? ഈ ചാർലി എന്തിനാണ് വെടിവെച്ച് കൊന്നത്? ഈ ചാർലി ഉറക്കെ വിളിച്ച് പറഞ്ഞ ക്രിസ്തു ആരാന്നാണ്. അതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ഒരു ലെഗസി. അല്ലാതെ സ്വന്തം നയം മിണ്ടാതിരുന്ന് ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. നമുക്ക് എല്ലാവരെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടീച്ചിങ് ഓഫ് ജെസബൽ. ഇറ്റ് ഈസ് ദ ടീച്ചിങ് ഓഫ് ജെസബൽ. കാരണം സ്വന്തം ജീവിതത്തിൽ യാതൊരു കോട്ടയം തട്ടരുത്, സ്വന്തം സാമ്പത്തികത്തിൽ യാതൊരു വരരുത്, നമ്മുടെ ബിസിനസ്സുകളുണ്ട്, കാര്യങ്ങളുണ്ട്, അതിലൊന്നും യാതൊരു കോട്ടയം തട്ടരുത്. എത്രത്തോളം ആൾക്കാരെ സൂചിപ്പിച്ച് നിർത്താവോ അതിൽ എന്തൊക്കെ പ്രവൃത്തികളുണ്ട് നമുക്ക് ചെയ്യാം. പക്ഷെ വിശ്വാസങ്ങളും ഉപദേശങ്ങളും വിളിച്ചു പറയത്തില്ല, സഭകളോട് വിളിച്ചു പറയത്തില്ല നിങ്ങളുടെ ഉപദേശങ്ങൾ തെറ്റാണ്, ഈ ഉപദേശങ്ങൾ അപ്പാടെ തെറ്റാണെന്നുള്ളത് വിളിച്ചു പറയാനുള്ള നട്ടലുമില്ല നമുക്ക്. വിളിച്ചു പറയുന്നവർ മരിക്കും, മരിച്ചവർ ക്രിസ്തുവിനൂടെ വാഴും. നിങ്ങളൊന്ന് കയറി നോക്ക്. ചാർലി കേർക്ക് സ്വന്തം മക്കളുടെ മുമ്പിലാണ് കഴുത്തറുത്തു പോയത്. ആ വെടിയുണ്ട്, വെറും 21കാരൻ. പക്ഷെ സഭ ഉണർന്നു കഴിഞ്ഞു. അമേരിക്കയിലും UK പല സ്ഥലങ്ങളിൽ ഒരു ചാർലിക്കാക്കിനെ, ഒരു ചാർലിയെ നമുക്ക് മിണ്ടാതാക്കാന്ന് വെച്ചപ്പോൾ ഇപ്പോൾ 1000 ചാർലികൾ എണ്ണിച്ചു തുടങ്ങി. അതാണ് ഒരു സഭ ചെയ്യേണ്ടത്. പക്ഷെ സഭ ചെയ്യുന്നത് ജെസബലിന്റെ ടീച്ചിങ് കേട്ടിട്ട് മിണ്ടാതിരിക്കുക. നമ്മൾ വേണമെങ്കിൽ ആ സഭകളിൽ പോയി ഒന്ന് അവരുമായിട്ടും പങ്കിടും, എന്നിട്ട് അവരോട് പറയത്തില്ല, വിളിച്ചു പറയത്തില്ല അവരുടെ ഉപദേശങ്ങൾ തെറ്റാണ്. ഭയമാണ് സർ. നിർഭയമായി നിൽക്കുക. സഭ മുന്നോട്ട് ദൈവത്തിന് വെളിച്ചമായിട്ട് മുന്നോട്ട് തന്നെ നടക്കുക. ഇനി ഉണർവിന്റെ കാലം. എത്ര തന്നെയാണെങ്കിലും പണ്ടും ഒരു വ്യക്തിയെ കൊന്നു നോക്കി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു അവൻ രാജാവായി വാഴുന്നു. അത് നടക്കില്ല സർ. ഒരു നീതിമാനെ കൊന്നാലും തീരത്തില്ല ഈ സുവിശേഷം. അതുകൊണ്ട് നമുക്ക് ആ സുവിശേഷമായിട്ട് മുന്നോട്ട് നടക്കാം. ഈ കേൾക്കുന്ന ഓരോരുത്തരിലും ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ വെളിച്ചം ഇറങ്ങട്ടെ, ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ലീഡേഴ്സും ഉറച്ചു നിൽക്കുന്ന സഭയായിട്ട് മാറട്ടെ. കേൾക്കുന്ന ഓരോരുത്തരും
ഇന്ന് നിങ്ങൾ തിരിച്ചുപോയി ഈ യാത്രയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും കൂടെ വായിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. ഉറപ്പോടെ നമുക്ക് ആ ഉപദേശങ്ങൾ ഒന്നുകൂടെ ചേർത്ത് വെച്ച് പഠിക്കാം. എന്നൊരു ഉപദേശങ്ങൾ ഉറച്ചു നിൽക്കാം. ഇറ്റ് മൈറ്റ് കോസ്റ്റ് us many things in life, ബട്ട് സ്വർഗത്തിൽ നമുക്ക് വലിയൊരു റിവാർഡുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന സഭകളിലും കുറച്ച് വെടിക്കെട്ടുള്ള സഭയാണ്. അടുത്തത് വായിക്കേണ്ടത് സാർഡിസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സഭയാണ്. ശരിക്കും അത് വായിക്കുമ്പോൾ നമുക്കൊരു ഭയം തോന്നും. കാരണം ഈ സഭ, ഇതിൽ ഏതാണ് നമ്മുടെ സഭ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നമ്മൾ ഏതിനോട് ചേർന്ന് നിൽക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു പോകും. സാർഡിസിനെ കുറിച്ച് ഒരു നന്മയും ദൈവം പറയുന്നില്ല. അത് വായിക്കുക, വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ദ ചർച്ച് ഓഫ് സാർഡിസ്. അത് കഴിഞ്ഞ് നമുക്ക് ഫിലാഡൽഫിയ ഉണ്ട്, അത് കഴിഞ്ഞ് ലവോദീസിയ ഉണ്ട്. ഫിലാഡൽഫിയ ആണ് ഒരുമാതിരിപ്പെട്ട, ഈ ഫിലാഡൽഫിയെ കുറിച്ച് അറിയാത്ത സഭ പോലും പറയുന്നത് നമ്മൾ ഫിലാഡൽഫിയ ആണെന്നാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാത്ത എങ്ങാണ്ട് ആരാ പറഞ്ഞാൽ എല്ലാ സഭയും, നിങ്ങൾ ഏത് സഭയോടെ ചേർന്ന് നിൽക്കുന്നത് പറഞ്ഞാൽ ഒറ്റ ശ്വാസത്തിൽ പറയുന്നത് ഫിലാഡൽഫിയ ആണ്. കാരണം അവർക്കറിയാം അതിനെക്കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു അതിശയമുള്ള കാര്യം ഞാൻ പറയാം. ഈ 7 ലെറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുത്തപ്പോഴും എല്ലാവരും സർപ്രൈസ്ഡ് ആയിപ്പോയി. സ്മർണയും സർപ്രൈസ്ഡ് ആയി, തയാത്രയും സർപ്രൈസ്ഡ് ആയി, സാർഡിസും സർപ്രൈസ്ഡ് ആയി. അവർ പ്രതീക്ഷിക്കാത്ത ഒരു റിപ്പോർട്ട് കാർഡാണ് വന്നത്. ഈ റിപ്പോർട്ട് കാർഡ് വെച്ചിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മൾ ഉപദേശങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാണോ? ജെസബലിന്റെ ടീച്ചിങ്സിനെതിരെ നിന്നുകൊണ്ട് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? സഭകളോടും നമ്മുടെ സമൂഹത്തിനോടും നമുക്ക് വിളിച്ചാൽ പറയാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ഉപദേശങ്ങൾ? അതോ ഭയത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോകുന്ന സഭയാണോ? അതോ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്തും പല സ്ഥലങ്ങളിലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കുന്ന ഒരു വിശ്വാസിയാണോ? അല്ലെങ്കിൽ നമുക്ക് ചാർലിയെ പോലെ ആകാം, ഉറക്കെ നിലപാടുകൾ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇഫ് ഐ പെറിഷ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയുണ്ട്, റൂത്ത്. അവൾ പറഞ്ഞു, ഞാൻ മരിക്കും, നിങ്ങൾ മരിക്കട്ടെ, ഇറ്റ്സ് ഓക്കെ. അതാണ് യഥാർത്ഥ വിശ്വാസി. അങ്ങനെ തുടങ്ങട്ടെ പരിണിയത്തും പല ഭാഗത്തും, മരിക്കുന്നെങ്കിൽ മരിക്കാതെ നമുക്ക് മുന്നോട്ട് നിൽക്കാം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അപ്പാ ഈ കത്തുകൾ വരുമ്പോൾ അപ്പാ മനസ്സിലൊരു വലിയ ഭയമുണ്ട്. അപ്പാ വി ജസ്റ്റ് ഹംബിൾ ഡൗൺ ബിഫോർ യു. നമ്മൾ പല സഭകളെ നോക്കി കൈ ചൂണ്ടുമ്പോൾ നമ്മുടെ സഭ എവിടെ നിൽക്കുന്നു, നമ്മൾ ഓരോരുത്തരും എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുന്നു. അപ്പാ നമ്മുടെ ഉപദേശങ്ങളിൽ നിന്ന് അകന്നു പോയോ? ജെസബലിന്റെ ഉപദേശത്തിലും നമ്മൾ വീണ്ടു പോയോ? വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവരാണോ നമ്മൾ? അതോ സ്മരണയെ പോലെ, ഫിലാഡൽഫിയെ പോലെ വിട്ടുവീഴ്ചകളില്ലാതെ സത്യത്തോടും നീതിക്കും വേണ്ടി ഉറച്ചു നിൽക്കുന്നവരാണോ? ഏത് സാഹചര്യത്തിലും മേൽ അതിജീവിക്കുന്ന, അന്ത്യത്തോളം പിടിച്ചു നിൽക്കുന്ന ഒരു ജനമാണോ? അപ്പാ ഉപദേശവും പ്രവൃത്തിയും ഇത് രണ്ടും ആവശ്യമാണല്ലോ. ഉപദേശത്തോട് ചേർന്നിരിക്കുന്ന പ്രവൃത്തി, പ്രവൃത്തിയോട് ചേർന്നിരിക്കുന്ന ഉപദേശം, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അപ്പാ അതിന് പ്രയത്നിക്കണം. നമുക്കറിയാം, വി നീഡ് ടു ബി ഡിസിപ്ലിൻ ഫോർ ദാറ്റ്. അതിനാണല്ലോ അങ്ങ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വചനം കേട്ടിട്ട്, ഇത് വെറുതെ കേട്ടിട്ട് പോകുന്നവരല്ലല്ലോ അപ്പാ, അത് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നവർ പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ആ 3 ഭാഗ്യങ്ങളും നമ്മളിലേക്ക് വരട്ടെ അപ്പാ. അങ്ങയ്ക്ക് വേണ്ടി തിളങ്ങുന്ന ഉദയ നക്ഷത്രങ്ങളായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അപ്പാ നമ്മൾ മുന്നോട്ട് പോകുന്നു ഈ ജീവിതത്തിൽ. We bow down before your kingdom which is going to come, the king above all kings. We bow down before you. In Jesus Christ, mighty and matchless name we pray.